കുംഭച്ചൂടിന്റെ കാഠിന്യത്തിലാണ് കേരളം. പക്ഷേ അതിനേക്കാൾ വലിയ ചൂടുള്ള ദിവസങ്ങൾ വരാൻ പോകുന്നു. ചുട്ടുപൊള്ളുന്ന ദിനങ്ങളായിരിക്കും രാഷ്ട്രീയമായി ഇനി കേരളം കാത്തിരിക്കുന്നത്, അല്ലേ? അതുക്കും മേലെ പോകും രാഷ്ട്രീയ ചൂട്. വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് നമ്മുടെ നാട്ടിലും രാജ്യമെമ്പാടും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നു, അല്ലേ ഉണ്ണി സാർ? അതെ, രാജ്യത്തെ ചൂട് എത്രയായാലും സംസ്ഥാനത്തെ ചൂട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. ഓരോ മണ്ഡലങ്ങളിലും ആര് ജയിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് കേരളത്തിലെ ഓരോ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലും ആരായിരിക്കും സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ് റിപ്പോർട്ടർ TV ആദ്യം അന്വേഷിക്കുന്നത്. ഭാരത ഇന്ത്യ യുദ്ധത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി രണ്ട് പ്രബലമായ മുന്നണികൾ ഏറ്റുമുട്ടുന്ന കേരളത്തിലെ എണ്ണം പറഞ്ഞ 20 സീറ്റുകൾ, ആ 20-ൽ കഴിഞ്ഞ തവണത്തെ ഇക്വേഷൻസ് മാറുമോ? 18-2 എന്ന ഇക്വേഷനിൽ നിന്നും 20-0 എന്ന ഇക്വേഷനിലേക്ക് എത്തുമോ? 10-10ലേക്ക് എത്തുമോ? 14-6ലേക്ക് എത്തുമോ? അതെ, നിർണായകമായ ഒരു രാഷ്ട്രീയ ചോദ്യമാണത്. കേരളം കാത്തിരിക്കുന്ന ചോദ്യം, എല്ലാ മലയാളികളും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ചോദ്യം. ആദ്യഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി സാധ്യതകളാണ്. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഓരോ മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള ആദ്യഘട്ട ആലോചനകൾ നടത്തുന്നതേയുള്ളൂ. എങ്കിൽ കൂടിയും നമുക്ക് ഏകദേശ ധാരണയുണ്ട് ആരൊക്കെ ആകാം സ്ഥാനാർത്ഥികളെന്നത്. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും പരിശോധനയുമാണ് ഇന്നു മുതൽ റിപ്പോർട്ടർ TV ആരംഭിക്കുന്നത്. NDA മുന്നണി അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. സർക്കാരിനെതിരെയുള്ള ക്യാമ്പയിനായി UDF ബഹുദൂരം മുന്നിലാണ്. കേന്ദ്ര സർക്കാരിനെ പഴി പറഞ്ഞ് LDFും ഒപ്പം കളം പിടിക്കാൻ ഒരുങ്ങുന്നു. നരേന്ദ്രമോദി പറഞ്ഞ 400-ന് മുകളിലേക്ക് പോകണമെങ്കിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാതെ പറ്റില്ല. അബ്കി ബാർ 400 എന്ന് നരേന്ദ്രമോദി. അബ്കി ബാർ കേരളത്തിൽ 10 ഓർ 20 ഓർ 15. ചോദ്യം ഇതാണ്, 10 കിട്ടുമോ, 15 കിട്ടുമോ, 20 കിട്ടുമോ കേരളത്തിൽ UDFന് എന്ന ചോദ്യം പ്രസക്തമാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പട്ടിക വിശകലനം ചെയ്യുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 20 മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കും? പ്രീ പോൾ ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇരുപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക സാധ്യതകൾ തിരയുമ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം പരിഗണിക്കുന്നത് 7 മണ്ഡലങ്ങളാണ്. അതെ, നമുക്ക് വടക്ക് നിന്ന് തുടങ്ങാം. വടക്ക് നിന്ന് തെക്കോട്ടാണ് നമ്മുടെ യാത്ര, അതെ അല്ലേ? അതെ. അപ്പോൾ കാസർഗോഡ് മുതലുള്ള മണ്ഡലങ്ങളിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്കാണ് സാധ്യതയുള്ളത്? UDFന്റെ കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്, അല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? നിശ്ചയമായും UDF അവരുടെ വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികളോടും മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു, നിർദ്ദേശം നൽകി കഴിഞ്ഞു. അവരൊക്കെ അവരുടെ ഏതാണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ LDFൽ ആരൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥികൾ എന്നുള്ളത് ആകാംക്ഷയാണ്. അതുപോലെ തന്നെ മൂന്നാം മുന്നണിയായ NDAയിൽ ആരൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥികൾ എന്നുള്ളത് ആകാംക്ഷയുണ്ട്. തൃശ്ശൂരിൽ ആര് വരും, ആറ്റിങ്ങലിൽ ആര് വരും, തിരുവനന്തപുരത്ത് ആര് വരും, ഇപ്രാവശ്യം BJP അല്ലെങ്കിൽ NDA അക്കൗണ്ട് തുറക്കുമോ? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിലേക്കാണ് കേരളം സാവധാനത്തിൽ നടന്നു തുടങ്ങുന്നത്. കണ്ണൂരിൽ ആര്, ആലപ്പുഴയിൽ ആര്? UDFന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. അതെ, സിറ്റിംഗ് MP-മാർ മത്സരിക്കുന്നില്ല. അതല്ല, ആലപ്പുഴയിൽ സിറ്റിംഗ് MP ഇല്ല UDFന്. അപ്പോൾ ആരായിരിക്കും ആ സ്ഥാനാർത്ഥിയായി വരിക? കഴിഞ്ഞ തവണ മത്സരിക്കാതെ ആ സീറ്റിൽ നിന്ന് മാറി നിന്ന KC വേണുഗോപാൽ ഇക്കുറി വരുമോ, അതോ ഒരു പുതുമുഖത്തെ പരീക്ഷിക്കുമോ? KC വരണം എന്നുള്ള ആവശ്യം ഉയരുമ്പോൾ അതാണോ, അതോ പുതുമുഖമാണോ? ഗ്രൗണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ തയ്യാറാക്കിയിരിക്കുന്ന സാധ്യതാ പട്ടികയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഏറ്റവും സേഫസ്റ്റ് മണ്ഡലമെന്ന് UDF കരുതുന്ന രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് കേരളത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ UDF കാത്തുവച്ചിരിക്കുന്ന മണ്ഡലമായ വയനാട്. ഒരുപക്ഷേ രാജ്യത്ത് കോൺഗ്രസിന് ഏറ്റവും സുശക്തമായ മണ്ഡലം, കോൺഗ്രസിന് ഏറ്റവും ഉറപ്പുള്ള മണ്ഡലം അതാണ് വയനാട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നത് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിലേക്ക് വരുമോ, അതോ മറ്റാരെയെങ്കിലും വയനാട്ടിലേക്ക് കോൺഗ്രസ് നിർദ്ദേശിക്കുമോ? വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ ഒരു പ്രബലനെ തന്നെ ഇടതുപക്ഷം രംഗത്തിറക്കുമോ? CPM ആ സീറ്റ് ഏറ്റെടുക്കുമോ? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ നിശ്ചയമായും വയനാടിനെ ചൂഴ്ന്നു നിൽക്കുന്നു. അതുകൊണ്ട് വയനാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. കേരളത്തിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷമിട്ട മണ്ഡലമെന്ന് രാഹുൽ ഗാന്ധി സ്വന്തം പേരിൽ റെക്കോർഡിട്ട് വെച്ചിരിക്കുകയാണത്. 40% വോട്ട് വ്യത്യാസമാണ് കഴിഞ്ഞ തവണ UDFും LDFും തമ്മിലുണ്ടായത് വയനാട്ടിൽ. ഏറ്റവും വലിയ വോട്ട് വ്യത്യാസം ഇന്ത്യയിൽ തന്നെ രേഖപ്പെടുത്തിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട് എന്നതും ശ്രദ്ധേയമാണ്. 4,000 40,000 40%. 40%, കൃത്യമായ കണക്ക് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. UDFന് 64.67%, LDFന് 25.14%, NDAക്ക് 7.7%.
2.2% കിട്ടിയ തിരഞ്ഞെടുപ്പാണ്. തുഷാർ വെള്ളാപ്പള്ളിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടതാണ്. രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് 7,06,367 വോട്ടുകൾ. അത് ഇ അഹമ്മദിന്റെ ആ ഒരു റെക്കോർഡ് മറികടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആകെ 10,89,999 വോട്ടുകളെ പോൾ ചെയ്തുള്ളൂ. അതിൽ 7,06,367 സ്വന്തമാക്കിയാണ് 64.67% എന്ന റെക്കോർഡിലേക്ക് UDF വയനാടൻ ചുരം കയറി കുതിച്ചു പാഞ്ഞത്. ആരായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥികൾ എന്നുള്ള ചോദ്യമാണ് ആദ്യം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക സാധ്യത റിപ്പോർട്ടർ അവതരിപ്പിക്കുന്നു. കേരളത്തിൽ ആരൊക്കെ എന്ന ചോദ്യത്തിൽ ആദ്യ മണ്ഡലമായ വയനാട്ടിൽ ആരൊക്കെ? UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക സാധ്യതയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. 3 സ്ഥാനാർത്ഥികൾക്കുള്ള സാധ്യത ആദ്യഘട്ടത്തിൽ പറയുന്നു. കോൺഗ്രസിന്റെ ഏറ്റവും സേഫായ മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് രാഹുൽ ഗാന്ധി, മറ്റൊന്ന് KC വേണുഗോപാൽ, മറ്റൊന്ന് പ്രിയങ്ക ഗാന്ധി. അപ്രതീക്ഷിതമായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുമോ എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ബാക്കിയാണ്. ഉണ്ണി ബാലകൃഷ്ണൻ 3 പേർ: രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ ഓർ പ്രിയങ്ക ഗാന്ധി. അരുൺ, ഇതിനകത്ത് കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിലപാടെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ 2 ദേശീയ നേതാക്കൾ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി ഒരു സജീവമായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസിന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, ദേശീയ നേതാക്കൾ കേരളത്തിൽ മത്സരിക്കേണ്ട ഒരേ സമയം എന്നൊരു തീരുമാനം ദേശീയ നേതൃത്വം എടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണ് എങ്കിൽ KC വേണുഗോപാലാണോ, പ്രിയങ്ക ഗാന്ധിയാണോ, രാഹുൽ ഗാന്ധിയാണോ, ഒരാൾക്ക് മാത്രമേ കേരളത്തിൽ മത്സരിക്കാൻ കഴിയൂ. ഈ 3 പേരും ദേശീയ നേതാക്കളായതുകൊണ്ട് ഒന്നുകിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാം, അല്ലെങ്കിൽ KC വേണുഗോപാലിന് മത്സരിക്കാം, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കാം. നോക്കൂ, KC വേണുഗോപാൽ ഇക്കുറി രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. കോൺഗ്രസ് രാജ്യസഭാംഗം എന്നുള്ള നിലയ്ക്ക് ഒരു ചാൻസ് KC വേണുഗോപാലിന്റെ കാര്യത്തിൽ എടുക്കാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധി ഓർ പ്രിയങ്ക ഗാന്ധി, ഈ 2 പേരുകളിലേക്ക് UDFന്റെ സ്ഥാനാർത്ഥികൾ ചുരുങ്ങുന്നു എന്നാണ് എന്റെ ഒരു ആദ്യത്തെ നിരീക്ഷണം. ഇനി LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി നമുക്കൊന്ന് കണ്ടു. അതെ, LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നമ്മൾ അവതരിപ്പിക്കുന്നു സത്യൻ മൊകേരി, ആനി രാജ, PP സുനീർ. ഇതിൽ ആരായിരിക്കും വയനാട്ടിൽ രാഹുലിസത്തിന് അന്ത്യം കുറിക്കാൻ കഴിയുമോ? നോക്കൂ, സത്യൻ മൊകേരി CPIയിലെ കരുത്തനായ നേതാവാണ്. ആനി രാജ ദേശീയ നേതാവാണ്. PP സുനീർ യുവ നേതാവാണ്. അതെ, അപ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളായി വയനാട് നമ്മൾ കണ്ടെത്തുന്ന സാധ്യതാ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നത് സത്യൻ മൊകേരി, ആനി രാജ, PP സുനീർ. NDയുടെ സ്ഥാനാർത്ഥി പട്ടിക കൂടി, സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക കൂടി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കാൻ എത്തുന്നതെങ്കിൽ ഏറ്റുമുട്ടാൻ ആര് വരും എന്നതാണ് ചോദ്യം. AP അബ്ദുള്ള കുട്ടി ഓർ പ്രഫുൽ കൃഷ്ണ ഓർ K സദാനന്ദൻ. പ്രഫുൽ കൃഷ്ണ കൊല്ലത്തു നിന്നുള്ള യുവ നേതാവാണ്. അബ്ദുള്ള കുട്ടി CPMൽ നിന്ന് കോൺഗ്രസിൽ നിന്ന്, പിന്നെ CPMൽ നിന്ന് കോൺഗ്രസിലേക്കും, കോൺഗ്രസിൽ നിന്ന് NDയിലേക്കും പോയി ദേശീയ ഉപാധ്യക്ഷനായി തീർന്ന നേതാവാണ്. അപ്പോൾ അബ്ദുള്ള കുട്ടിയാണോ ഇനി വരാൻ സാധ്യതയുള്ളത് വയനാട്ടിൽ? കഴിഞ്ഞ തവണ BDJസിൻ്റെതായിരുന്നു. അതെ, കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന സീറ്റാണ്. അതിപ്പോൾ നേരത്തെ സുജയ പറഞ്ഞതുപോലെ കെട്ടിവെച്ച കാശ് കിട്ടാതെ പോയ സീറ്റാണ്. തുഷാർ വെള്ളാപ്പള്ളി ഒരുപക്ഷെ ഇപ്രാവശ്യം കോട്ടയത്ത് നിന്നാണ് മത്സരിക്കുക. BDJസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കോട്ടയത്ത് നിന്ന് മത്സരിക്കും എന്നറിയുന്നു. അങ്ങനെയാണ് എങ്കിൽ പിന്നെ സാധ്യത AP അബ്ദുള്ള കുട്ടിക്കാണ്. കാരണം എന്താണ് എന്ന് വെച്ചാൽ വയനാട് മുസ്ലിം വോട്ട് വളരെ കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. 45%. അതായത് 100 പേരിൽ 45 പേർ ആ സമുദായത്തിൽ നിന്നുള്ളവരാണ്. അവർക്ക് നിശ്ചയമായും ആര് വിജയിക്കണം, ആര് തോൽക്കണം എന്ന് തീരുമാനിക്കാൻ കഴിയും. ഒരുപക്ഷെ 3ാമത്തെ സീറ്റ് ലീഗിന് സമ്മാനിക്കുമായിരുന്നുവെങ്കിൽ 3ാമത്തെ സീറ്റായി ലീഗ് ആഗ്രഹിച്ചിരുന്നത് വയനാടാണ് പറയുമ്പോൾ നിശ്ചയമായും ലീഗിന്റെ ഒരു സ്വാധീനം, മുസ്ലിം സമുദായത്തിന്റെ ഒരു സ്വാധീനം, ആ സ്വാധീനം വളരെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് AP അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന കാൻഡിഡേറ്റിന്റെ സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ റിപ്പോർട്ടറും തയ്യാറാണ്. ദീപക് മലയമ്മയാണ് നമുക്കൊപ്പം ചേരുന്നത്. വയനാട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. ദീപക് മലയമ്മ, വെരി ഗുഡ് ഈവനിങ്. ഇപ്പോൾ സാധ്യതാ പട്ടിക നമ്മൾ അവതരിപ്പിക്കുന്നു. ആദ്യഘട്ടത്തിലെ പ്രാഥമികമായ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലുള്ള പട്ടികയാണ്. ആദ്യത്തെ സംശയം കോൺഗ്രസിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ പേരു തന്നെ ആകുമോ എന്നതാണ്. 3 പേരുടെ പേരാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ തന്നെയാകുമോ ഇക്കുറിയും? നമുക്കൊപ്പം 7 മണ്ഡലങ്ങളിലെയും റിപ്പോർട്ടർമാർ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ദീപക് മലയമ്മയിലേക്ക്. ദീപക്. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ കണക്ക് തന്നെയാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് ഏറ്റവും മുന്നോട്ട് പോകാൻ പ്രേരകമാകുന്ന ശക്തി എന്നുള്ളതാണ് പറയേണ്ടത്. ആകെ പെട്ടിയിലായ വോട്ടുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 64.67% അത് രാഹുൽ ഗാന്ധിക്ക് മാത്രം ആർജിച്ചെടുക്കാൻ കഴിയുന്ന വോട്ടാണ് എന്നുള്ളതാണ് UDF കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏക പേര് എന്നുള്ള നിലയിലാണ് ഏറ്റവും ഒടുവിൽ ഞാൻ വയനാട്ടിലുള്ള മറ്റു സുഹൃത്തുക്കളുമൊക്കെയായി സംസാരിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന പേരിനപ്പുറത്തേക്ക് മറ്റൊരു പേര് പറയാൻ പോലും അവിടുത്തെ UDFലെ
അംഗങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത് ഒരുപക്ഷേ രാഹുൽ ഗാന്ധി ദേശീയമായി ഇന്ത്യ സഖ്യമൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറിപ്പോകുകയാണെങ്കിൽ മറ്റാര് എന്ന ചോദ്യത്തിന് പോലും ഒരു ഉത്തരം അവിടെ ഇല്ല എന്നുള്ളതാണ്. ഏകസ്വരത്തിൽ പറയുന്നത് രാഹുൽ ഗാന്ധി എന്നുള്ള പേരാണ്. പിന്നീടുള്ളത് KC വേണുഗോപാലിന്റെ പേര് സ്വാഭാവികമായും രാഹുൽ മാറിയാൽ വരുമെന്നുള്ള ഒരു ചർച്ചകൾ ചില മേഖലകളിലെങ്കിലും കേൾക്കുന്നുണ്ട്. പക്ഷേ അത്തരം ചർച്ചകളിലേക്ക് പൂർണ്ണമായും പോകാൻ ഒരംഗത്തിന് പോലും താല്പര്യമില്ല എന്നുള്ളതാണ്. നിലവിൽ നോക്കുകയാണെങ്കിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 നിയമസഭാ മണ്ഡലങ്ങളാണ് UDF-നൊപ്പം നിൽക്കുന്നത്, 3 LDF-നൊപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ കിട്ടിയ വോട്ട് 4,31,000-ൽ പരം ഭൂരിപക്ഷം അത് ഇത്തവണ വീണ്ടും വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് UDF ക്യാമ്പ് പൂർണ്ണമായും ഉള്ളത്. മറ്റൊരു പേരിലേക്ക് അവർ പോകുന്നില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം CPI ആണ് നേരത്തെ തന്നെ അവിടെ മത്സരിച്ചു വരുന്നത്. CPI-ൽ സത്യൻ മൊഗേരിയുടെ പേര്, ഒപ്പം തന്നെ ആനി രാജയുടെ പേര്, ഈ 2 പേരുകൾക്കാണ് പ്രഥമ പരിഗണന. ദേശീയ മുഖമുള്ള ആളെന്നുള്ള നിലയിൽ മത്സരത്തിനെത്തുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം 2014 ചൂണ്ടിക്കാട്ടിക്കൊണ്ട് LDF പറയുന്നത് രാഷ്ട്രീയ അടിത്തറയ്ക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2014-ൽ 20,000 വോട്ടിന് മാത്രമാണ് സത്യൻ മൊഗേരി പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അല്ല മത്സരത്തിനെത്തുന്നത് എങ്കിൽ അത് സത്യൻ മൊഗേരി ആയിരിക്കും എന്നുള്ള സൂചനകൾ കൂടി അവിടുന്ന് ലഭ്യമാകുന്നു. അതേസമയം രാഹുൽ ഗാന്ധി തന്നെയാണ് ഒരു ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ ആനി രാജ മറുപക്ഷത്ത് എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആനിരാജയെ സംബന്ധിച്ച് അവർക്ക് ദേശീയ മുഖമുണ്ട്, ഒപ്പം തന്നെ പ്രവർത്തന പരിചയം ആ തരത്തിൽ ഉണ്ട്. അതുകൊണ്ട് മണ്ഡലത്തിൽ സുശക്തമായ അടിത്തറ ഉണ്ട് എന്നുള്ള ഒരു വിശദീകരണം LDF-ന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ഇതുവരെ BDJS ആണ് മത്സരരംഗത്ത് രാഹുൽ ഗാന്ധിക്കൊക്കെ എതിരായിട്ടുണ്ടായിരുന്നുവെങ്കിൽ BJP തന്നെ ആ സീറ്റ് കൈവശപ്പെടുത്തുന്നു. BJP-യിൽ നിന്ന് AP അബ്ദുള്ളക്കുട്ടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. AP അബ്ദുള്ളക്കുട്ടി എത്തിയാൽ സ്വാഭാവികമായും നേരത്തെ അരുണൊക്കെ പറഞ്ഞതുപോലെ ആ മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവമുണ്ട്. മുസ്ലിം മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ തന്നെ അത്രയധികം വോട്ടുകൾ ആകർഷിക്കാൻ കഴിയുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിലേക്ക് വോട്ട് ആരായിരിക്കും എത്തുക? BJP-യുടെ സ്ഥാനാർത്ഥി എത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു ചെക്ക്മേറ്റ് ആകുമോ എന്നതാണ്. അവിടെ ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥി അപരാജിതനാവുന്നൊരു മണ്ഡലം തന്നെയാണ്. നിശ്ചയമായും ഞാൻ വിചാരിക്കുന്നത് ആരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നതിനെ ആശ്രയിച്ചിരിക്കും മറ്റ് 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കാൻ എത്തുന്നത് എങ്കിൽ നിശ്ചയമായും ഞാൻ ആനി രാജയ്ക്ക് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കാരണം ഒരു ദേശീയ നേതാവിനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ടൊരു ഓളം സൃഷ്ടിക്കാനെങ്കിലും കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം PP സുനീറിനെ മത്സരിപ്പിച്ചതാണ്. നമുക്കറിയുന്നത് പോലെ 64% മുകളിൽ വോട്ട് നേടിക്കൊണ്ട് വലിയ പരാജയമാണ് സുനീറിനെ നേരിടേണ്ടി വന്നത്. 2014 ഇപ്പോൾ ദീപക് മലയമ്മ പറഞ്ഞത് ശരിയാണ്. സത്യൻ മൊഗേരി ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ സത്യൻ മൊഗേരിക്ക് ഇപ്പോൾ അത്തരത്തിലൊരു ക്ലൗട്ട് വയനാട് മണ്ഡലത്തിലുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയാണോ മത്സരിക്കാൻ വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം വയനാട് മണ്ഡലവുമായി. അതുമായി ബന്ധപ്പെട്ടായിരിക്കും ആരായിരിക്കും LDF-ന്റെ സ്ഥാനാർത്ഥി, ആരായിരിക്കും NDA-യുടെ സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കപ്പെടുക. ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കാൻ വരുന്നതെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് നിശ്ചയമായും അബ്ദുള്ളക്കുട്ടിക്കാണ് പിന്നെ NDA-യിൽ ഒരു പോസിബിലിറ്റി. കാരണം സ്വാഭാവികമായും BJP-യുടെ ദേശീയ ഉപാധ്യക്ഷൻ എന്ന നിലയിലും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലേക്ക് ഒരു ഇൻട്രോഡ് ഉണ്ടാക്കാൻ കഴിയുന്ന നേതാവ് എന്ന നിലയിലും അബ്ദുള്ളക്കുട്ടിക്ക് അവിടെ ഒരു അവസരം നൽകാനുള്ള സാധ്യതയുണ്ട്. ആനി രാജ വീണ്ടും CPI-യുടെ ദേശീയ നേതാവാണ്. അങ്ങനെയാണെങ്കിൽ ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് വയനാട് മാറാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണയും മത്സരിച്ചത് ഈ PP സുനീറിന് മുമ്പ് മത്സരിച്ചത് സത്യൻ മൊഗേരി ആയിരുന്നു. അന്ന് 3,36,000 വോട്ടാണ് സത്യൻ മൊഗേരി പിടിച്ചത്. അതിനേക്കാൾ ഏകദേശം 1.25 ലക്ഷത്തോളം വോട്ടുകൾ കഴിഞ്ഞ തവണ PP സുനീറിന് കുറഞ്ഞു. അപ്പോൾ സത്യൻ മൊഗേരിയെ ഇറക്കിയാൽ പരമാവധി കിട്ടാവുന്ന വോട്ടുകൾ 3.5-4 ലക്ഷത്തിനടുത്താണ് LDF-ന് എന്നുള്ളത് LDF-ന് തിരിച്ചറിയാം. പക്ഷേ കിട്ടേണ്ടത് 7 ലക്ഷത്തോളം വോട്ടുകളാണ് കോൺഗ്രസിന് എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 4 ലക്ഷം ഭൂരിപക്ഷം അല്ലേ? 4,31,000 ഭൂരിപക്ഷം. അതെ, 4-ൽ ആ ഭൂരിപക്ഷ കണക്ക് അത് ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിച്ചാലും അത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. മൈ വൈൽഡ് ഗസ്, രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിൽ സീൽ ചെയ്യും. UDF-ന് തന്നെയാണ് അവിടെ ജയസാധ്യത എന്നുള്ളത് കണക്കുകൾ ശരിവെക്കുന്നു. ശരി, ഇനി നമ്മൾ പോകുന്നത് വടക്കു നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ കടത്തനാടൻ പാരമ്പര്യമുള്ള മറ്റൊരു മണ്ഡലത്തിലേക്കാണ്, വടകര മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വടകരയിലെ കഴിഞ്ഞ 2019-ലെ വോട്ട് വിഹിതം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ചു വരാം. വടകരയിൽ കഴിഞ്ഞ തവണ ഏറ്റുമുട്ടിയിട്ട് K മുരളീധരനും ഒപ്പം P ജയരാജനുമാണ് ശക്തിദുർഗങ്ങൾ ഏറ്റുമുട്ടി, വലിയ കരുത്തന്മാർ ഏറ്റുമുട്ടിയ മത്സരമായിരുന്നു വടകര. പൊളിറ്റിക്കൽ സസ്പെൻസ് നിറഞ്ഞ ആ മത്സരത്തിൽ കഴിഞ്ഞ തവണ എത്രയാണ് എന്നത് പ്രേക്ഷകർ നോക്കൂ. UDF-ന്റെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. 49.43% UDF K മുരളീധരൻ നേടുന്നത് വടകര മണ്ഡലത്തിൽ. LDF നേടുന്നതാവട്ടെ 41.49%. NDA-യുടെ ഷെയർ 7.52% വടകര മണ്ഡലത്തിലെ കണക്കാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. കഴിഞ്ഞ തവണ 49%, ഏകദേശം 8% വ്യത്യാസമുണ്ടായിരുന്നു
ഉണ്ണി ബാലകൃഷ്ണൻ കഴിഞ്ഞ തവണ വടകര മണ്ഡലത്തിൽ പി ജയരാജനും കെ മുരളീധരനും തമ്മിൽ 84,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കെ മുരളീധരന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, പി ജയരാജനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു CPM-ന്റെ നേതാവിനെ രംഗത്തിറക്കിക്കൊണ്ടൊരു വലിയ മത്സരം നടത്താനാണ് CPM അവിടെ തയ്യാറായത്. പക്ഷേ ഒരു ജയൻ കില്ലറായിട്ട് കെ മുരളീധരൻ വരുന്നു. കെ മുരളീധരൻ പി ജയരാജനെ തോൽപ്പിക്കുന്നു 84,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. യഥാർത്ഥത്തിൽ അരുണ്, സുജയ, ഈ വടകര എന്ന് പറയുന്ന മണ്ഡലം യഥാർത്ഥത്തിൽ ഒരു CPM-ന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വടകര ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും വലിയ ആധിപത്യമാണ് യഥാർത്ഥത്തിൽ CPM-നുള്ളത്. ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ്. പക്ഷേ അവിടെ UDF-ന് ഏറ്റവും ഗുണകരമാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലീഗിന്റെ സ്വാധീനം. ലീഗിന് വളരെ ശക്തമായ സ്വാധീനമുള്ള പല മണ്ഡലങ്ങളും വടകരയിലുണ്ട്. അതുകൊണ്ട് ലീഗിന്റെ പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളപ്പോഴൊക്കെ ആ വിജയം ആർജിച്ചിട്ടുള്ള. മുല്ലപ്പള്ളി രാമചന്ദ്രനോട് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കെ മുരളീധരൻ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. സ്വാഭാവികമായും പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അതിലൊരു രസകരമായ കണക്കുണ്ട്. 2014 മുല്ലപ്പള്ളി രാമചന്ദ്രനോട് മത്സരിക്കുമ്പോൾ എതിരാളി AN ഷംസീർ, ഇന്നത്തെ സ്പീക്കർ, 3306. അത്രയും കുറഞ്ഞ മാർജിനിലേക്ക് പിടിച്ചുകെട്ടാനും കഴിയും. അപ്പോൾ ഇടതുപക്ഷത്തിന് തീരെ അസാധ്യമല്ല വടകര. ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ്. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടമാകുന്നത് ഈ ലീഗിന്റെ ഒരു സ്വാധീനം കൊണ്ട് കൂടിയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ കാൻഡിഡേറ്റ് മാറ്റേഴ്സ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിന്ന് കെ മുരളീധരനിലേക്ക് എത്തുമ്പോഴേക്കും ഭൂരിപക്ഷം 3000-ൽ നിന്ന് 10,000-ലേക്ക് വർദ്ധിക്കുന്നു എന്ന കണക്കും നമ്മുടെ മുന്നിലുണ്ട്. ഷംസീറിൽ നിന്ന് പി ജയരാജനിലേക്ക് എത്തുമ്പോൾ ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം കുറയുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മുടെ മുന്നിൽ വടകരയിലെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കും, UDF-ന്റെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു വരാം. വടകരയിൽ തീർച്ചയായും കെ മുരളീധരന് തന്നെയാണ് ഏറ്റവും സാധ്യതയുള്ളത്. ഒറ്റ പേര് മാത്രമാണ് ഇപ്പോഴും വടകരയിൽ കേൾക്കുന്നത്. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ സിറ്റിംഗ് MP തന്നെ തുടരും എന്നതാണ്. എന്നാൽ സസ്പെൻസ് നിറച്ചു വെച്ചിരിക്കുന്നത് ആരായിരിക്കും LDF സ്ഥാനാർത്ഥി എന്നതിലാണ്. LDF സ്ഥാനാർത്ഥിയായി 2 പേരുടെ പേരുകൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ 2 പേരുടെ പേരുകളിൽ ഒന്ന് KK ശൈലജ, 2 TP ബിനീഷ്. ഒന്ന് യുവാക്കളുടെ പ്രതിനിധിയായി TP ബിനീഷും KK ശൈലജ ടീച്ചർ, കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ ആരോഗ്യവകുപ്പ് മന്ത്രി, മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി വടകരയിലേക്ക് ഇറങ്ങുമോ എന്നതാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഈ KK ശൈലജയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരും ഒരു ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ KK ശൈലജയുടെ മണ്ഡലം എന്ന് പറയുന്നത് മട്ടന്നൂരാണ്. മട്ടന്നൂർ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന ഒരു മണ്ഡലമാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷം 60,000-ലേറെ വോട്ടുകൾ സമാഹരിച്ച് വിജയിച്ചു വന്ന സ്ഥാനാർത്ഥിയാണ്. കേരളത്തിൽ ഏറ്റവും ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥിയാണ് KK ശൈലജ. അതുകൊണ്ട് ശൈലജയുടെ മണ്ഡലം കൂടി ഉൾപ്പെടുന്ന കണ്ണൂരാണ് ഒരു സാധ്യതയായിട്ട് ഞാൻ കാണുന്നത്. അതേസമയം TP ബിനീഷിലേക്ക് വന്നാൽ ONGM ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. എന്ന് മാത്രവുമല്ല, ഈ TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം CPM-ന് അവിടെ ഉണ്ടായ വലിയ ചോർച്ചയുണ്ട്. ആ ചോർച്ചയെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങി ഏറെ പ്രവർത്തിച്ചിട്ടുള്ള ആൾ എന്നുള്ള നിലയ്ക്കും ആ മേഖലയിൽ വടകര മണ്ഡലത്തിൽ സ്വാഭാവികമായ ഒരു യുവാവ് എന്നുള്ള നിലയ്ക്കും വലിയ അംഗീകാരമുള്ള ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ്, CPM പ്രവർത്തകനാണ് ബിനീഷ്. ബിനീഷിന്റെ സാധ്യതയെ ഞാൻ കൂടുതലായി അവിടെ കാണുന്നു. ഇനി NDA സ്ഥാനാർത്ഥി സാധ്യത വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ പ്രഫുൽ കൃഷിയിലേക്ക് എത്തണം. ഒപ്പം ഒരു വനിതാ സ്ഥാനാർത്ഥി, പേര് നവ്യ ഹരിദാസ്. നവ്യ ഹരിദാസും പ്രഫുൽ കൃഷ്ണയുടെയും പേരാണ് NDA സ്ഥാനാർത്ഥികളായി പരിഗണിക്കപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ ഒരു കണക്ക് കൂടിയുണ്ട്. കഴിഞ്ഞ തവണ ഷംസീർ മത്സരിക്കുന്നതിന്റെ സമയത്ത് 2014-ൽ ഷംസീർ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ എങ്ങനെയാണ് ഭൂരിപക്ഷം കൂട്ടിയത് CPM എന്നുള്ളത്, അതായത് അവരുടെ വോട്ട് നില കൂട്ടിയത് എന്നുള്ള കണക്കിലും ഒരു വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണ 2014-ൽ AN ഷംസീർ 4,13,000 വോട്ട് പിടിക്കുമ്പോൾ പി ജയരാജൻ 4,42,000 വോട്ടുകളെ പിടിക്കുന്നുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ വർധനമുണ്ടാവുന്നത് കേവലം 29,000 വോട്ടിന്റെ വ്യത്യാസം. ഷംസീറിൽ നിന്ന് പി ജയരാജനിലേക്ക് എത്തുമ്പോൾ 29,000 വോട്ടിന്റെ വ്യത്യാസം. എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രനിൽ നിന്ന് കെ മുരളീധരനിലേക്ക് എത്തുമ്പോൾ 1.25 ലക്ഷം വോട്ടിന്റെ വ്യത്യാസം ഉണ്ടാവുന്നു. വളരെ പ്രധാനപ്പെട്ട കണക്കാണ്, ബിഗ് ലീപ്പാണ്. നമുക്കൊപ്പം വടകരയിലെ കണക്കുകളും സാധ്യതകളും പറയാൻ വേണ്ടി നമുക്കൊപ്പം VS രഞ്ജിത്താണുള്ളത്. VS രഞ്ജിത്ത്, പൊടിപാറുന്ന മത്സരമായിരിക്കും KK ശൈലജ വേഴ്സസ് കെ മുരളീധരൻ വേഴ്സസ് പ്രഫുൽ കൃഷ്ണയാണെങ്കിൽ, അല്ലേ? തീർച്ചയായിട്ടും നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച പോലെയാണ് വടകര രാഷ്ട്രീയമായി ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള, സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള, കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള ഒരു മണ്ഡലമാണെങ്കിൽ കൂടി മത്സരം ലോക്സഭയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ കോൺഗ്രസിനും
ഇടതുപക്ഷത്തിനും ഒരുപോലെ സാധ്യതയുള്ള KP ഉണ്ണികൃഷ്ണനെ പോലെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് വളരെ കാലം കൈവശം വെച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു വടകര മണ്ഡലം. അതിനുശേഷം വന്നപ്പോഴേക്കും P സതീദേവി വന്നു, AK പ്രേമജം വന്നു. P സതീദേവിയൊക്കെ MT പത്മിയോട് വളരെ വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു കയറുന്നത്. അതുപോലെ പ്രേമജം, AK പ്രേമജം കോഴിക്കോട് മേയറായിരുന്ന ആളാണ്. പ്രേമജം സുരേഷ് ബാബുവിനോട് ജയിച്ചു കയറുന്നതും നല്ല ഭൂരിപക്ഷത്തിനാണ്. അതിനുശേഷം മുല്ലപ്പള്ളിയിലേക്ക് എത്തുമ്പോഴേക്കും മുല്ലപ്പള്ളി ഷംസീറിനെ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണെങ്കിലും മുല്ലപ്പള്ളി വടകര പിടിച്ചെടുക്കുകയാണ്. അതിനുശേഷം മുല്ലപ്പള്ളി നല്ല ഭൂരിപക്ഷത്തിലേക്ക് വരികയും ചെയ്തു. ഏതായാലും K മുരളീധരൻ വന്നതോടുകൂടി UDFന്റെ ഒരു ഗ്ലാമർ സ്ഥാനാർത്ഥിയായി. UDFനെ സംബന്ധിച്ചിടത്തോളം ആർക്കും തടുക്കാനാവാത്ത അല്ലെങ്കിൽ നല്ല പ്രതിച്ഛായുള്ള അവിടുത്തെ സ്ത്രീ വോട്ടർമാരെ, അവിടുത്തെ സോഷ്യലിസ്റ്റ് വോട്ടർമാരെ, അവിടുത്തെ മതേതര വോട്ടർമാരെ അല്ലെങ്കിൽ അവിടുത്തെ ലീഗ് വോട്ടർമാരെയൊക്കെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു നേതാവിനെ മത്സരിപ്പിച്ചു എന്ന ആത്മവിശ്വാസം K മുരളീധരൻ വന്നപ്പോഴേക്കും ഉണ്ടായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനേക്കാൾ കൂടുതൽ ഒരു സ്വാധീനവും സ്വീകാര്യതയും അവിടെ കിട്ടി K മുരളീധരൻ. അതുകൊണ്ട് തന്നെ ഇത്തവണയും K മുരളീധരൻ തന്നെ വടകരയിൽ എന്നുള്ളതാണ് UDF കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതുതന്നെയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ K മുരളീധരൻ അവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഈ K മുരളീധരനെ പിടിച്ചുകെട്ടാൻ അത്ര ഗാംഭീര്യമുള്ള ഒരു സ്ഥാനാർത്ഥി, ജനപ്രീതിയുള്ള ഈ പറഞ്ഞ സ്ത്രീ വോട്ടർമാരെയും മതേതര വോട്ടർമാരെയും ഒക്കെ ഒന്നിപ്പിക്കാൻ സാധിക്കുന്ന ഒരു എലഗന്റ് ആയ ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളതാണ് CPM നേരിടുന്ന വെല്ലുവിളി. അവിടേക്ക് രണ്ട് പേരുകൾ ഇപ്പോൾ പരിഗണിക്കുന്നു. ഒന്ന്, നമുക്കറിയാം കോവിഡ് കാല പ്രതിരോധത്തിന്റെ പേര് ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ കേരളത്തിൽ വലിയ ജനസ്വീകാര്യതയുള്ള ജനപ്രീതിയുള്ള KK ശൈലജയുടെ പേര് പരിഗണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ K മുരളീധരന്റെ ജനപ്രീതിയോട് ഏറ്റുമുട്ടി നിൽക്കാൻ, K മുരളീധരന്റെ പ്രതിച്ഛായയോട് ഏറ്റുമുട്ടി നിൽക്കാൻ ഒരു നല്ല സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെയായിരിക്കും KK ശൈലജയെ LDF നേതൃത്വം പരിഗണിക്കുക. അതോടൊപ്പം തന്നെ ഒരു യുവ തുർക്കി എന്ന രീതിയിൽ വടകരയിൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച പോലെ തന്നെ TP ചന്ദ്രശേഖരന്റെ കൊലപാതകമൊക്കെ ഉണ്ടായ സമയത്ത് വടകരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിടിച്ചു നിർത്തിയ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നട്ടലായി മാറിയ പഴയ SFIയുടെ നേതാവായിട്ടുള്ള TP ബിനീഷിനെ കളത്തിലിറക്കിയാൽ ആ യുവ പ്രതിഭയ്ക്ക് കിട്ടുന്ന വോട്ടിലും CPM കണ്ണുവെക്കുന്നുണ്ട്. ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് CPM പരിഗണിക്കുന്നത്. ഒപ്പം തീരെ പ്രതീക്ഷയില്ലാത്ത BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം അത്ര പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമല്ല വടകര. പക്ഷെ അവിടെ ഒരു പരീക്ഷണത്തിന് വേണ്ടി നേരത്തെ പ്രഫുൽ കൃഷ്ണയെ ഇറക്കിയിരുന്നു. ഇത്തവണയും പ്രഫുൽ കൃഷ്ണയെ ഇറക്കാം എന്നാണ് BJP നേതൃത്വം കരുതുന്നത്. രണ്ടു മണ്ഡലങ്ങളിലെ സാധ്യതകളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പ്രേക്ഷകർക്കൊപ്പം സമർപ്പിച്ചത്. അതിലൊന്ന് വയനാട്, മറ്റൊന്ന് വടകര. ഒരിടത്ത് UDFന്റെ ഉറച്ച കോട്ട, മറ്റൊന്ന് സോഷ്യലിസ്റ്റ് ചേരിയിലും UDFിലുമായി മാറിക്കളിച്ചുകൊണ്ടിരിക്കുന്ന വടകര മണ്ഡലം. എങ്ങനെ വിലയിരുത്തുന്നു ഈ രണ്ട് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പട്ടിക സാധ്യതകളെ? ഹലോ സുജിത്ത്, കേൾക്കാമെങ്കിൽ. വയനാട് CPIക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്നൊരു താല്പര്യമുണ്ട്. കാരണം 2014-ലും 2019-ലും ഈ 2019 സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആ സീറ്റിലേക്ക് വരുമെന്ന് കരുതുന്നില്ല. അങ്ങനെയാണ് അന്നത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ PP സുനീറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തോടെ അവിടുത്തെ മത്സരത്തിന് വലിയ ദേശീയ പ്രാധാന്യം കൈവന്നു. വലിയ മത്സരത്തിനൊടുവിൽ 4,31,000 വോട്ടിന് CPIയുടെ LDFന്റെ സ്ഥാനാർത്ഥി PP സുനീർ അവിടെ പരാജയപ്പെട്ടു. എന്നാൽ സത്യൻ മൊകേരി വലിയൊരു പോരാട്ടം നടത്തിയ ചരിത്രം വയനാട് മണ്ഡലത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ തീർത്തും പോരാട്ടം അല്ലെങ്കിൽ മത്സര സാധ്യത ഇല്ലാത്തൊരു മണ്ഡലമായി CPI കരുതുന്നില്ല. 2009 പൊന്നാനി സീറ്റിന് വേണ്ടി തർക്കിച്ചാണ് CPI അന്ന് ഈ വയനാട് മണ്ഡലം ഡീലിമിറ്റേഷന് ശേഷം ആദ്യമായി രൂപപ്പെട്ട വയനാട് മണ്ഡലം ഏറ്റെടുത്തത്. ഇപ്പോൾ അവിടെ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ നേരത്തെ ദീപക് മലയമ്മ റിപ്പോർട്ട് ചെയ്ത് ശരിയാണ്. അവിടെ ആനി രാജയെ പോലുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവിനെ മത്സരിപ്പിക്കണം എന്ന് താല്പര്യമുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ഒരു അനിശ്ചിതത്വം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. കഴിഞ്ഞ CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ ശേഷം സീതാറാം യെച്ചൂരിയുടെ വാർത്താസമ്മേളനത്തിൽ ഞാൻ തന്നെ ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ എങ്ങനെ കാണുമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴും അത് കൺഫേം ആയിട്ടില്ലല്ലോ എന്ന പ്രതികരണമാണ് ആദ്യമായി യെച്ചൂരിൽ ഉണ്ടായത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു ഓരോ പാർട്ടികൾക്കും അവരവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്, അതിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന്. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുത് എന്നൊരു താല്പര്യം CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ കേരളത്തിലെ നേതാക്കളായ P സന്തോഷ് കുമാറും K പ്രകാശ് ബാബു ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഫലപ്രാപ്തിയിലെത്തും എന്ന പ്രതീക്ഷയും CPI വെച്ചു പുലർത്തുന്നുണ്ട്. ഇനി വടകരയിലേക്ക് വന്നാൽ വടകര KK ശൈലജയുടെ പേര് തന്നെയാണ് അവിടെ ഏറ്റവും ഒരു വിന്നബിലിറ്റി ഉള്ള സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ ഇപ്പോൾ മട്ടന്നൂർ MLA ആണ് KK ശൈലജ. KK ശൈലജ അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമുണ്ടെങ്കിൽ അത് സംസ്ഥാന നേതൃത്വത്തിന്റെയും ദേശീയ നേതൃത്വത്തിന്റെയും ഒരു തീരുമാനം വേണം. വനിതാ സംവരണം അടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായ ഒരു നിലപാട് ഇത്തവണ വേണം. അതായത് 33% സംവരണത്തിന്റെ കാര്യത്തിൽ ഈ BJP അടക്കം വിമർശിക്കുമ്പോഴും അതിന് മാതൃക കാട്ടിക്കൊടുക്കേണ്ട പാർട്ടി CPIM ആണെന്ന് കരുതുന്നവരുമുണ്ട്. അതുകൊണ്ട് KK ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ സാധ്യതയുണ്ട്.
എന്നാൽ വടകരയിൽ കെ മുരളീധരനോട് വളരെ ശക്തമായ മത്സരം നേരിടുന്ന സ്ഥിതിയുമുണ്ട്. എന്നാൽ ഈ ഒഞ്ചിയം ഏരിയ സെക്രട്ടറിയായ ബിനീഷിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമോ? കാരണം ഹൈ പ്രൊഫൈൽ ആയ ഒരു സീറ്റായി അവിടെ CPM കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു വലിയ മത്സര സാധ്യതയാണ് അവിടെ പ്രധാനമായും CPM കാണുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. ഇനി ഉണ്ണി ബാലകൃഷ്ണൻ, സുജയ പാർവതി, വോട്ട് തിളയ്ക്കുന്ന കണ്ണൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. വോട്ടും രാഷ്ട്രീയവും തിളയ്ക്കുന്ന കണ്ണൂർ, വോട്ടും രാഷ്ട്രീയവും തിളയ്ക്കുന്ന കണ്ണൂരിലേക്ക്. അവിടെ KPCCയുടെ പ്രസിഡന്റായ കെ സുധാകരൻ കഴിഞ്ഞ തവണ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം സുധാകരന് ജയിച്ചു കയറാനും സാധിച്ചു. ഏകദേശം 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സുധാകരന് കിട്ടിയത്, അല്ലേ? 94,000. പക്ഷെ ഇത്തവണ സുധാകരൻ ഇറങ്ങുന്നില്ല എന്ന് മാത്രമല്ല, കണ്ണൂര് പഴയതുപോലെ തിളയ്ക്കുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. സസ്പെൻസ് ആണെങ്കിൽ നമുക്ക് നോക്കാം. കണ്ണൂരിൽ 2019 3 മുന്നണിക്കും കിട്ടിയ വോട്ട് വിഹിതം എത്രയാണ് എന്ന് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. കണ്ണൂരിലെ വോട്ട് വിഹിതത്തിന്റെ കണക്കുകൾ ഇതാണ്. കണ്ണൂരിൽ UDF ലഭിച്ചത് 50.27%. മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ പകുതിയിലധികവും കെ സുധാകരൻ കൊണ്ടുപോയി. LDF ലഭിച്ചത് 41.29%. അത് PK ശ്രീമതി ടീച്ചറാണ് 2019 LDF വേണ്ടി കളത്തിലേക്ക് ഇറങ്ങിയത്. NDക്ക് ലഭിച്ചത് കേവലം 6.5% മാത്രമാണ്. UDF 50.27, LDF 41.29. ഏകദേശം 9% വോട്ട് വ്യത്യാസമാണ് ഉണ്ടായത്. ഈ നമ്മൾ സ്ഥാനാർത്ഥി ലിസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഉണ്ണി ബാലകൃഷ്ണൻ, 2 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ഉള്ളത്. ഇരിക്കൂറും മറ്റൊന്ന് പേരാവൂരും. ഇടതുമുന്നണിയുടെ കോട്ടകളാണ്. അല്ല, അങ്ങനെ വരുമ്പോൾ അഴീക്കോടും കണ്ണൂരും നിശ്ചയമായിട്ടും അവർക്ക് കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലമാണ്. തീർച്ചയായും കണ്ണൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ അഴീക്കോട് കൂടി വരുന്നുണ്ട്. അഴീക്കോട് പ്രാവശ്യം സുനീഷാണ് ജയിച്ചതെങ്കിലും KM ഷാജി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. അവിടെ ലീഗിനും കോൺഗ്രസിനും സ്വാധീനമുണ്ട്. കണ്ണൂർ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ജയിക്കുന്നത്. അവിടെയും കോൺഗ്രസിന് സ്വാധീനമുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേരാവൂരിലാണെങ്കിലും പേരാവൂരിലാണെങ്കിലും അതേപോലെ തന്നെ ഇരിക്കൂറിലാണെങ്കിലും കോൺഗ്രസിന്റെ മണ്ഡലങ്ങളാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസിന് കണ്ണൂരിൽ സ്വാധീനം 4 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആകെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 നിയമസഭാ മണ്ഡലങ്ങൾ കോൺഗ്രസിനൊപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൂടാതെ കണ്ണൂരിൽ ലീഗിന് നല്ല സ്വാധീനമുണ്ട്. തളിപ്പറമ്പിൽ പോലും ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്റർ ജയിച്ചു വരുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിൽ ലീഗിന് സ്വാധീനമുണ്ട്. ഈ ഇക്വേഷനാണ് യഥാർത്ഥത്തിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലം എന്ന നിലയ്ക്ക് എടുക്കുമ്പോൾ ആ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് അനുകൂലമാകുന്ന ഘടകം എന്ന് പറയുന്നത്. ഈ മൊത്തം 1957 മുതലുള്ള ചരിത്രം ഇങ്ങോട്ടെടുത്താൽ 8 തവണ UDFനോടൊപ്പവും 6 തവണ LDFനോടൊപ്പവും നിന്ന മണ്ഡലമാണ് കണ്ണൂർ എന്നറിയുമ്പോഴാണ് അതിന്റെ പൊളിറ്റിക്കൽ സസ്പെൻസ് എത്രമാത്രം ശക്തമാണ് എന്നറിയുന്നത്. വേണമെങ്കിൽ അങ്ങോട്ടും അറിയാം, അതല്ലെങ്കിൽ ഇങ്ങോട്ടും അറിയാം എന്ന മണ്ഡലമാണ്. 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷമുണ്ട് ഉണ്ടായിരുന്നു കെ സുധാകരൻ എന്നുള്ളത്. കെ സുധാകരന് പകരം ആര്? UDFന് പൊളിറ്റിക്കൽ സസ്പെൻസ് ഉള്ള ഒരു മണ്ഡലമാണ് കണ്ണൂർ. കണ്ണൂരിലെ പൊളിറ്റിക്കൽ സസ്പെൻസ് ചെറുതല്ല. സ്ഥാനാർത്ഥി പട്ടിക പറയും, അത് കഴിഞ്ഞ സസ്പെൻസ് ഞാൻ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് നമ്മൾ എത്തുന്നു. UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക കണ്ണൂരിൽ ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥി സാധ്യതകൾ? കെ സുധാകരൻ, ഒപ്പം കെ ജയന്ത്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അമൃത രാമകൃഷ്ണൻ എന്നിവരാണ് 4 സ്ഥാനാർത്ഥികളുടെ സാധ്യതകളാണ് KPCC പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കെ സുധാകരന് പകരക്കാരനെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തന്നെ കളത്തിലിറക്കുമോ? അതല്ല കെ ജയന്ത് കെ സുധാകരന്റെ വിശ്വസ്തൻ കൂടിയായ KPCCയുടെ ജനറൽ സെക്രട്ടറി അല്ലേ, KPCC ജനറൽ സെക്രട്ടറി കൂടിയ കെ ജയന്ത് രംഗത്ത് വരുമോ? അതല്ല ഇനി വരാൻ പോകുന്നത് അമൃത രാമകൃഷ്ണൻ എന്ന വനിതാ സ്ഥാനാർത്ഥിയായിരിക്കുമോ എന്നുള്ള ചോദ്യമാണ്. എന്നാൽ കെ സുധാകരൻ മത്സരിക്കില്ല എന്നുള്ള കാര്യം ഏറെ. അപ്പോൾ കെ സുധാകരനെ നമ്മൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നു. ബാക്കിയുള്ള 3 സ്ഥാനാർത്ഥികൾ മുല്ലപ്പള്ളി, ജയന്ത്, അമൃത. ഞാൻ പ്രതീക്ഷിക്കുന്നത് LDF സ്ഥാനാർത്ഥികളുടെ കൂടി പേര് വായിക്കൂ. ഒരു പ്രതീക്ഷ അവിടെ നിലനിൽക്കുന്നുണ്ട്. LDF സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യത നോക്കൂ. ഇനി UDFന്റെ ഒരു ലിസ്റ്റ് കൂടി നമ്മളുടെ റിപ്പോർട്ടർമാർ തന്നിട്ടുണ്ട്. ചർച്ചകൾ നടക്കുമ്പോൾ ജംബോ പട്ടികയാണ്. ജംബോ ആണ്. ജംബോ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക. നമ്മൾ സാധാരണ ഏതാണ്ട് 7 പേരിലാണ് ജംബോ വരുന്നത്. സുധാകരൻ കഴിഞ്ഞാൽ പിന്നെ 7 പേരുടെ കൂടെ പേരുകൾ അവിടെ പരിഗണനയിലുണ്ടെന്ന് ആലോചിക്കുമ്പോൾ എത്രയെത്ര ഭൈമി കാമുകിമാരുണ്ട് എന്നുള്ളതുകൂടി. 1, 2 എത്രമാത്രം കരുത്തനായിരുന്നു കെ സുധാകരൻ എന്നതുകൂടി ആലോചിക്കണം. കാര്യം കെ സുധാകരൻ ഒഴിഞ്ഞാൽ കെ സുധാകരന് വേണ്ടി 7 പേർ നിൽക്കുന്നു. കെ സുധാകരനെ റീപ്ലേസ് ചെയ്യാൻ 7 പേർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു എന്നതാണ്. അപ്പൊ നോക്കാം. അടുത്ത സ്ഥാനാർത്ഥി പട്ടികയിൽ ഷമാ മുഹമ്മദ് ഉണ്ട്, ഒപ്പം VP അബ്ദുൾ റഷീദ് ഉണ്ട്, മുഹമ്മദ് ബ്ലാത്തൂരും കണ്ണൂരിന് വേണ്ടി രംഗത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വന്നാൽ സുജയ പാർവതി, LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയിലാണ് ബിഗ് സസ്പെൻസ്. അതെ, LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത് സ്ത്രീ സംവരണമല്ല, സ്ത്രീകളെ കൊണ്ട് നിറച്ച ഒരു സാധ്യതാ പട്ടികയാണ്. PK ശ്രീമതി ടീച്ചർ, PP ദിവ്യ, KK ശൈലജ, 3 പേരും CPMന്റെ ഏറ്റവും പോപ്പുലറായ നേതാക്കളാണ്. കണ്ണൂരിന്റെ ഏറ്റവും പോപ്പുലറായ നേതാവാണ് PP ദിവ്യയും, ഒപ്പം PK ശ്രീമതിയും, ഒപ്പം KK ശൈലജയും. അതെ,
അതിനകത്ത് പി കെ ശ്രീമതി കഴിഞ്ഞ പ്രാവശ്യം നിശ്ചയമായും കെ സുധാകരനോട് ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് വോട്ടുകൾക്ക് പരാജയപ്പെട്ട ആളാണ് അല്ലെ. 90,000 മേളിൽ വോട്ടിന് പരാജയപ്പെട്ടയാളാണ്. അതുകൊണ്ട് പി കെ ശ്രീമതിയുടെ പേര് ഒരിക്കൽ കൂടി പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. വളരെ പെട്ടെന്ന് ലൈം ലൈറ്റിലേക്ക് വന്ന വളരെ ആക്റ്റീവായ ഒരു നേതാവാണ്. നിശ്ചയമായും കെ ശൈലജയുടെ മണ്ഡലവും മട്ടന്നൂരാണ്. അവിടെ 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം ശൈലജ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതാണ്. നിശ്ചയമായും ഏറ്റവും യോഗ്യയായ സ്ഥാനാർത്ഥികൾ എന്ന് പറയാവുന്നത് പി ദിവ്യയും അതുപോലെ തന്നെ കെ ശൈലജയുമാണ് ആ സ്ഥാനാർത്ഥി പട്ടികയിൽ. NDAക്ക് ശരാശരി 6 മുതൽ 7% വരെ വോട്ട് സാധ്യത മാത്രമുള്ള മണ്ഡലമാണ്. വലിയ പ്രതീക്ഷയോ വലിയ രീതിയിലുള്ള പ്രകടനമോ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് NDA പോലും വിശ്വസിക്കാത്ത മണ്ഡലമാണെങ്കിൽ കൂടി 3 സ്ഥാനാർത്ഥികളുണ്ട്. പി രഘുനാഥ്, കെ രഞ്ജിത്ത്, കെ ഗണേഷ്. 3 പേരുടെ പേരാണ്. ഗണേഷ് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. അതെ, നമ്മുടെ സ്ഥിരം പാനലിസ്റ്റ് ആണ് ഇതിൽ. കെ രഞ്ജിത്തും പി രഘുനാഥും കെ ഗണേഷും, ഇതിൽ 3 പേരെ എടുത്തു നോക്കിയാലും കൂടുതൽ സാധ്യതകൾ കൂടുതൽ വരുന്നത് അത് കെ രഞ്ജിത്തിനായിരിക്കും. അപ്പോൾ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥി പട്ടിക സാധ്യതകളായിട്ടുണ്ട്. ഒരു സാധ്യത കൂടിയുണ്ട്. എന്താണ് സാധ്യത? അതായത് ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ പോലും സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മറ്റേ 6-ൽ നിന്ന് സ്ത്രീകളായ 2 പേരുണ്ട്, അമൃത രാമകൃഷ്ണനും ഷമാ മുഹമ്മദും. അവരിൽ ഒരാൾ സ്ഥാനാർത്ഥിയാവുക എന്ന ഒരു സമവാക്യത്തിലേക്ക് കോൺഗ്രസ് വന്നാലോ? നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല. മാത്രവുമല്ല 33% സംവരണം എന്ന് പറയുന്ന ഒരു തുറുപ്പുചീട്ട് പ്രയോഗിച്ചുകൊണ്ടാണല്ലോ നാരീശക്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, കെ സുധാകരൻ വിജയിച്ച മണ്ഡലമാണ്, കെ സുധാകരൻ ആധിപത്യമുള്ള മണ്ഡലമാണ്. കെ സുധാകരൻ KPCC അധ്യക്ഷനാണ്. അതുകൊണ്ട് KPCC അധ്യക്ഷൻ എന്ന നിലയിലും സിറ്റിംഗ് MP എന്ന നിലയിലും കെ സുധാകരന്റെ പിക്കായിരിക്കും കണ്ണൂരിൽ സംഭവിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കെ ജയന്താകും സ്ഥാനാർത്ഥി. അല്ലെങ്കിൽ മുൻ മന്ത്രിയും കണ്ണൂർ കോൺഗ്രസിൽ ഒരു കാലത്ത് മുടിചൂടാ മനനമായിരുന്ന N രാമകൃഷ്ണന്റെ മകൾ അമൃത രാമകൃഷ്ണനും നറുക്കു വീണേക്കാം. അമൃത രാമകൃഷ്ണൻ വേഴ്സസ് പി ദിവ്യ. ഗുഡ് കോമ്പിനേഷൻ അല്ലേ? നമുക്കൊപ്പമുണ്ട് അർജുൻ കല്യാൺ. വളരെ വലിയ സ്ഥാനാർത്ഥി പട്ടിക സാധ്യതയാണ്. നമുക്ക് തന്നെ സ്ഥാനാർത്ഥി പട്ടിക ജംബോ ആയിട്ട് തോന്നുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ പരിഗണനയിൽ എത്രമാത്രം വലിയ പട്ടികയായിരിക്കും വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആകെ 2 മണ്ഡലങ്ങളിലെ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ തിരയേണ്ടതുള്ളൂ. അതിൽ കണ്ണൂരിൽ ഒട്ടേറെ ആളുകൾ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് അവസാനവട്ട സാധ്യത അർജുൻ? അരുൺകുമാർ, വെരി ഗുഡ് ഈവനിങ്. കേരള രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന ഒരു ജില്ലയാണ് കണ്ണൂരെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലെഫ്റ്റ് റൈറ്റ് വീണ്ടും ലെഫ്റ്റ് വീണ്ടും റൈറ്റ് എന്നുള്ള ഫോർമുല പാലിച്ചു പോകുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. എന്തായാലും സാധ്യതാ പട്ടിക വളരെ ജംബോയാണ്. കോൺഗ്രസിലാണ് ഏറ്റവും കൂടുതൽ സസ്പെൻസ് ത്രില്ലറായി മാറിയിരിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം കണ്ണൂരായി അവശേഷിക്കുന്നത്. ആലപ്പുഴയിലും കണ്ണൂരിലും ഒരു പൊളിറ്റിക്കൽ സസ്പെൻസ് കോൺഗ്രസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. എന്തായാലും കെ സുധാകരൻ മത്സര രംഗത്തില്ല എന്നുള്ള പ്രഖ്യാപനം ഉണ്ടെങ്കിൽ കൂടി കണ്ണൂരിലെ നേതാക്കൾ കെ സുധാകരൻ തന്നെ മത്സരിക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിൽ ഉൾപ്പെടെ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആകെ 2 മണ്ഡലങ്ങളിലാണ്, നിയമസഭാ മണ്ഡലങ്ങളിലാണ് കണ്ണൂരിൽ കോൺഗ്രസിന് ഒരു അപ്രമാദിത്വമുള്ളത്. അത് പേരാവൂരും ഇരിക്കൂറുമാണ്. മറ്റ് കണ്ണൂരും അഴീക്കോടും ചെറിയ തോതിലുള്ള ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ കൂടി അത് കോമ്പൻസേറ്റ് പോകും. പക്ഷേ മറ്റ് 3 മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ നെടുംകോട്ടകളാണ്. ഒന്ന് മട്ടന്നൂരാണ്, മറ്റൊന്ന് ധർമ്മടമാണ്, മറ്റൊന്ന് തളിപ്പറമ്പാണ്. 3ലും മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥികൾ ഒന്ന് മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്, മറ്റൊന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ശൈലജ ടീച്ചറുടെ മണ്ഡലമാണ്, അതിനു പുറമെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ മണ്ഡലമാണ്. അപ്പോൾ ഈ 3 സീറ്റിലും വലിയ രീതിയിൽ, അതായത് ഏകദേശം 30,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് തളിപ്പറമ്പിലുള്ളത്. അതിന് പുറമെ തന്നെ 50,000-ന് മുകളിൽ ഭൂരിപക്ഷം ധർമ്മടത്തുണ്ട്. 60,000 കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയുള്ള മണ്ഡലമാണ് മട്ടന്നൂർ നിയമസഭ. അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിനും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും വലിയ സാധ്യതകൾ കൽപ്പിക്കുന്ന അർജുൻ കല്യാണം. ഞാനൊരു ആഗ്രഹം ഇവിടെ പങ്കുവച്ചിരുന്നു. കണ്ണൂരിൽ വനിതാ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ, LDF വേഴ്സസ് UDF വനിതാ സ്ഥാനാർത്ഥികളുടെ ഒരു ഏറ്റുമുട്ടൽ, കെ ശൈലജയ്ക്കോ പി ദിവ്യയ്ക്കോ നറുക്കു വീഴുകയും മറുഭാഗത്ത് ഷമയോ അമൃതയോ വരികയോ ചെയ്യുന്ന ഒരു സാധ്യത പ്രതീക്ഷിക്കാമോ? എനിക്കങ്ങനെ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും CPM-നകത്ത് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തന്നെ പരിഗണിക്കാനാണ് സാധ്യത. നേരത്തെ ശ്രീമതി ടീച്ചറുടെ സാധ്യത ഉണ്ണി ബാലകൃഷ്ണൻ തള്ളിക്കളയുന്നതായി പറഞ്ഞു. ഉണ്ണി ബാലകൃഷ്ണൻ, ശ്രീമതി ടീച്ചർ ഇപ്പോഴും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ ഭാരവാഹിയായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൂടി പാർട്ടി നിയോഗിക്കാനുള്ള സാധ്യതയാണ് ശ്രീമതി ടീച്ചറുടെ സാധ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അതിനെല്ലാം ഉപരി പി ദിവ്യയുടെ സാധ്യത വളരെ കൂടുതലായും കണ്ണൂരിൽ പറയുന്നുണ്ട്. കാരണം ഒരു യുവ നേതാവാണ്, അതിന് പുറമെ തന്നെ വനിതയാണ് എന്നുള്ള ഒരു പ്രാതിനിധ്യം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ കാലാവധി ഏകദേശം 1 വർഷം കൂടി അവസാനിക്കും. ഈക്വലായ ഒരു സാധ്യതയാണുള്ളത്, തുല്യമായ സാധ്യതയാണുള്ളത് എന്നാണ് അർജുൻ കല്യാട് പറയുന്നത്. പി ദിവ്യ, ശ്രീമതി ടീച്ചർ, കെ ശൈലജ.
ഒരുപക്ഷെ കെ ശൈലജ വടകരയിലേക്ക് മാറുകയാണെങ്കിൽ PP ദിവ്യ കണ്ണൂർ മത്സരിക്കുന്നത് തള്ളിക്കളയാൻ കഴിയില്ല. നിശ്ചയമായും തള്ളിക്കളയാൻ കഴിയില്ല. തീർച്ചയായിട്ടും അർജുൻ കല്യാട് പറഞ്ഞ കണക്ക് ദേശീയ നേതൃത്വത്തിലാണ് PK ശ്രീമതി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാധ്യത PK ശ്രീമതിക്ക് നമുക്ക് നൽകേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും പുതുമുഖങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു പാർട്ടി ലൈനുണ്ട്. ആ പാർട്ടി ലൈനിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ PP ദിവ്യയാണ് കുറച്ചുകൂടി ഞാൻ കാണുന്നത് ഒരു സാധ്യതയായിട്ട് കണ്ടു. ഇനി നമ്മൾ പോകുന്നത് അങ്ങ് വടക്കേ അറ്റത്തുള്ള കാസർഗോട്ടേക്ക്, ചന്ദ്രഗിരി പുഴയുടെ കാസർഗോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ഇത്തവണ ചിരി ആരുടേതായിരിക്കും എന്നതാണ് നമ്മുടെ ചോദ്യം. കഴിഞ്ഞ തവണത്തെ 2019 തിരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ നമ്മുടെ മുന്നിലുണ്ട്. UDF 43.18% വോട്ട് നേടി അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ച മണ്ഡലമാണ്. LDFന് ലഭിച്ചത് 39.05%, NDAക്ക് ലഭിച്ചത് 16%. ഇതുവരെ നമ്മൾ വിശകലനം ചെയ്ത 3 മണ്ഡലങ്ങളിൽ NDAക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണ്, 16%. മഞ്ചേശ്വരം അടക്കം ഉൾപ്പെടുന്ന കാസർഗോഡ് മണ്ഡലം NDA 16%, LDF 39.05%, UDF 43.18% എന്നതാണ് കണക്ക്. ഇവിടെയും ചില കൗതുകകരമായ കണക്കുകൾ ഉള്ളത്, ഈ കാസർഗോഡിന്റെ മണ്ഡലങ്ങളിലെ പല കോൺസ്റ്റിറ്റ്യുവൻസി സെഗ്മെന്റ്സുകളും ഇടതുമുന്നണിക്ക് വളരെ വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. കല്യാശ്ശേരി പോലെ, പയ്യന്നൂർ പോലെ ഒക്കെ ഇടതുമുന്നണിക്ക് വലിയ സാധ്യതയുള്ള മണ്ഡലമാണ്. 2 ഇടങ്ങളിൽ മാത്രമാണ് UDFന്റെ MLA-മാരുള്ളത്, ലീഗിന്റെ കോട്ടകൾ. ഒന്ന് മഞ്ചേശ്വരത്ത് ഉള്ള MLA, ഒപ്പം കാസർഗോഡ് മഞ്ചേശ്വരം. ഇത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള 4 ഇടത്തും ഇടതുമുന്നണിയാണ്. അതിൽ 2 ഇടം ഇടതുമുന്നണിയുടെ ശക്തി കേന്ദ്രങ്ങളുമാണ്. കല്യാശ്ശേരിക്കാരനായ ഒരാളെ ഇറക്കുമോ സാധ്യതാ പട്ടികയിൽ? അതെ, അപ്പോൾ സാധ്യതാ പട്ടികയിലേക്ക് നമുക്ക് വരാം. ശരി, സാധ്യതാ പട്ടികയിലേക്ക് എത്തിയാൽ കാസർഗോഡ് UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക ഒറ്റ പേര് മാത്രം, ഒരേ ഒരു പേര്, MP രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇടതു കോട്ട കുലുക്കിയ രാജ്മോഹൻ ഉണ്ണിത്താൻ. അതെ, ഇത്തവണയും ഇടതുകോട്ട കുലുക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താന് കഴിയുമോ എന്നതാണ്. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കൗണ്ടർ ചെക്കായി LDF ആലോചിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സാധ്യതകൾ: 1 TV രാജേഷ്, 2 VPP മുസ്തഫ, 3 MV ബാലകൃഷ്ണൻ. ഈ 3 പേരുടെ പേരാണ് ഇടതുമുന്നണി പരിഗണിക്കുന്നത്. ഇതിൽ VPP മുസ്തഫയെ പ്രേക്ഷകർക്ക് ടെലിവിഷൻ ചർച്ചകളിലൂടെയും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അറിയാം. ഒപ്പം തന്നെ ഗോവിന്ദ മാഷിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു. TV രാജേഷ് വളരെ കരുത്തര MLA ആയിരുന്നു. കല്യാശ്ശേരിയിൽ വളരെ സ്വാധീനമുള്ള ഒരു നേതാവാണ്. MV ബാലകൃഷ്ണൻ പാർട്ടിയുടെ കാസർഗോഡ് മണ്ഡലത്തിലെ ശക്തനായ നേതാവുമാണ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത്, കാസർഗോഡ് മണ്ഡലത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അവിടെ എപ്പോഴും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് വിജയിപ്പിക്കുന്നതെന്ന് കാണാം. AKG മുതൽ ഇങ്ങോട്ട് എടുത്താൽ അവസാനം P കരുണാകരൻ വരെയുള്ളവരൊക്കെ അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജ്മോഹൻ ഉണ്ണിത്താനാണെങ്കിലും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ നിന്ന് വിജയിച്ചു വരുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ VPP മുസ്തഫയുടെ ഒരു സാധ്യത അവിടെ കാണുന്നില്ല. അതേസമയം TV രാജേഷ് വലിയ സാധ്യതയാണ്. കാരണം എന്താ വെച്ചാൽ പയ്യന്നൂരും ഈ കാസർഗോഡ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഒന്ന് കല്യാശ്ശേരി വരുന്നത്, കല്യാശ്ശേരിയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള MLA ആണ്. അതുപോലെ തന്നെ പയ്യന്നൂരിലെ ഏരിയ സെക്രട്ടറി ആരാണ്? TV രാജേഷാണ് പയ്യന്നൂരിലെ ഏരിയ സെക്രട്ടറി. ആ അർത്ഥത്തിൽ TV രാജേഷിന് വലിയ സാധ്യതയാണ്. MV ബാലകൃഷ്ണൻ നിശ്ചയമായും അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി. കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം മറക്കണ്ട, 40,438 എന്നതാണ് ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. 1984 ശേഷം ഇടതുമുന്നണിയെ മാത്രം ജയിപ്പിച്ചിരിക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ്. അതെ, P കരുണാകരൻ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലവുമാണ് കാസർഗോഡ്. എന്നാൽ അതേസമയം രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു നല്ല ഫേസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, കുണ്ടറ മണ്ഡലത്തെ MA ബേബിക്കെതിരായിട്ട് മത്സരിച്ചു, തോറ്റു. തളിപ്പറമ്പിൽ വന്ന് കോടിയേരി ബാലകൃഷ്ണനെതിരായിട്ട് മത്സരിച്ചു, തോറ്റു. അങ്ങനെ ഒരു തോൽവികൾ പലതവണ ഈ പറയുന്ന ഒരു ബലിയാടാക്കപ്പെടുന്നയാളായിരുന്നു. പലപ്പോഴും നല്ല ഒരു മണ്ഡലം മത്സരിക്കാൻ കിട്ടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ കാസർഗോട്ടേക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ അയക്കുന്നത്, ഒരു പ്രതീക്ഷയും ഇല്ലാതെ. അപ്പോഴാണ് അവിടെ വിജയിച്ചു വരുന്നത്. VPP മുസ്തഫയും പാർട്ടി കാസർഗോഡിന്റെ സംഘടനാ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും കൂടുതൽ ജനകീയ ഇടപെടൽ നടത്താനുള്ള അവസരം ഒരുക്കാനാണ് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി കാസർഗോട്ടേക്ക് വിട്ടത്. അപ്പോൾ അത് NDA സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കൂടി ഒന്ന് പരിശോധിച്ചു വരാം. PK കൃഷ്ണദാസിനെയോ രവീശ് തന്ത്രി കുണ്ടാറയോ ആയിരിക്കും NDA സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യത എന്നാണ് നമ്മളുടെ കാസർഗോഡ് ബ്യൂറോയും റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നല്ല പെർഫോമൻസ് ആണ് രവീശ് തന്ത്രി കാഴ്ചവെച്ചത്. അതെ, 1.25 ലക്ഷം വോട്ട് അവിടെ സമാഹരിച്ചു എന്നുള്ളത് 1,76,000 വോട്ടുകളാണ് സമാഹരിച്ചത് രവീശ് തന്ത്രി. അതെ. അപ്പോൾ നമുക്കൊപ്പം അർജുൻ ഹേമ കൂടി ചേരുന്നുണ്ട്. അർജുൻ ഹേമ, ഏറ്റവും ഒടുവിലത്തെ സാധ്യതകളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, TV രാജേഷിനെ തന്നെ ആയിരിക്കുമോ അതോ VPP മുസ്തഫയിലേക്ക് എത്തുമോ LDF എന്നുള്ളതാണ്.
തീർച്ചയായും മിക്കവാറും ടി വി രാജേഷിന് തന്നെയാണ് സാധ്യതയെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന ഒരു വിവരം. അങ്ങനെ തന്നെ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും. ഡോക്ടർ അരുൺകുമാർ, നിലവിൽ കാസർഗോഡിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ പരമ്പരാഗതമായി എൽ ഡി എഫിൻ്റെ കോട്ടയെന്ന് തന്നെയാണ് ഈ കാസർഗോഡിനെ വിശേഷിപ്പിക്കാനുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയൊരു അട്ടിമറി വിജയമായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ അട്ടിമറി വിജയത്തിന് മുൻപ് 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് എൽ ഡി എഫിൻ്റെ കോട്ട തന്നെയായിരുന്നു കാസർഗോഡ്. ആ കോട്ട തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പകരക്കാരനില്ലാതെ യു ഡി എഫിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാകും മത്സരിക്കുക. അതിനൊരു മാറ്റവുമില്ല എന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം. എൽ ഡി എഫിൽ VP മുസ്തഫ, ടി വി രാജേഷ്, അതുപോലെ തന്നെ MP ബാലകൃഷ്ണൻ എന്നീ 3 പേരുകളാണ് പ്രധാനമായും പറയാനുള്ളത്. ശ്രീജിത്ത്, കാസർഗോഡ് ഇത്തവണ LDF തങ്ങളുടെ ഉറച്ച പ്രതീക്ഷയായിട്ട് കണക്കുകൂട്ടുന്ന മണ്ഡലമാണ്. ടി വി രാജേഷിനെ ഇറക്കി കളം പിടിക്കുക എന്ന തന്ത്രമാണ് ഏറ്റവും ഒടുവിലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും ആദ്യഘട്ടത്തിൽ വി ഗോവിന്ദ മാഷിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് VP മുസ്തഫയെ കാസർഗോഡിന്റെ ചുമതലയുമായി അയക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയും ആ ഘട്ടത്തിലുണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ LDF വളരെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ്. എന്താണ് സാധ്യതകൾ? അരുൺ, ഉറപ്പായും LDF ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം. 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, പയ്യന്നൂർ, കല്യാശ്ശേരി, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, ഒരു പരിധിവരെ ഉദുമ. ഈ 4 മണ്ഡലങ്ങൾ എടുത്താൽ LDFന് വ്യക്തമായ ഭൂരിപക്ഷം നേടി വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് ഈ കാസർഗോഡ്. കഴിഞ്ഞ തവണ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പെരിയ ഇരട്ടക്കൊല സൃഷ്ടിച്ച തരംഗത്തിലുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറി ജയം അവിടെ നേടിയത്. എന്നാൽ ഇത്തവണ അത്രത്തോളം സാധ്യമാകുമോ എന്ന കാര്യം പ്രശ്നമുണ്ട്. മാത്രമല്ല, കോൺഗ്രസിലെ DCC നേതൃത്വമടക്കം രാജ്മോഹൻ ഉണ്ണിത്താനെ എതിർക്കുന്നുണ്ട്. അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ തമ്മിലുള്ള ബന്ധം പോലും അവിടെ അത്ര സുഖകരമല്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഉറച്ച വിജയപ്രതീക്ഷയുള്ള LDFന്റെ മണ്ഡലങ്ങളിലൊന്നാണ് കാസർഗോഡ് ഉറപ്പിച്ച് ജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ 2 പേരുകൾ ആണ് പ്രധാനമായും പരിഗണിക്കുന്നത്. ഒന്ന്, നേരത്തെ അർജുൻ ഹേമ റിപ്പോർട്ട് ചെയ്തതുപോലെ ടി വി രാജേഷ്, CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLAയുമായ ടി വി രാജേഷ്, ഒപ്പം തന്നെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അംഗമായ ഡോക്ടർ VP മുസ്തഫ എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണിക്കുന്നത്. എന്നാൽ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് ഇതുവരെ ജയിച്ചു വന്നവരെല്ലാം ഹൈന്ദവ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. അതുകൊണ്ട് VP മുസ്തഫയ്ക്ക് അവിടെ പരിഗണിക്കാൻ പെടുമോ ഇല്ലയോ എന്നുള്ള ചില സംശയങ്ങൾ പാർട്ടിക്കകത്തും ഉള്ളവർ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ആ മണ്ഡലത്തിന്റെ ഒരു ഡെമോഗ്രാഫി എടുത്താൽ വലിയ തോതിൽ മുസ്ലിം ജനവിഭാഗങ്ങളുള്ള മണ്ഡലമാണ്. മഞ്ചേശ്വരം എടുത്താൽ, കാസർഗോഡ് എടുത്താൽ, കാഞ്ഞങ്ങാട് എടുത്താൽ, ഒപ്പം തന്നെ തൃക്കരിപ്പൂരിന്റെ ഭാഗങ്ങളൊക്കെ എടുത്താൽ അവിടെ മുസ്ലിം പോപ്പുലേഷൻ വലിയ തോതിലുണ്ട്. അത്തരം ഒരു പരീക്ഷണത്തിന് പാർട്ടി CPM തയ്യാറായാൽ VP മുസ്തഫയ്ക്ക് തന്നെ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കൂടി കണക്കിലെടുക്കണം. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരാളെ പരിഗണിക്കണമെന്നൊരു ആവശ്യം അവിടുത്തെ ജില്ലാ നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ നിലയ്ക്കാണ് ജില്ലാ സെക്രട്ടറി MP ബാലകൃഷ്ണ മാസ്റ്റർ പേര് കൂടി അവിടെ വരുന്നത്. എന്തായാലും ടി വി രാജേഷ്, VP മുസ്തഫ തുടങ്ങിയ പേരുകൾക്കായിരിക്കും പ്രാമുഖ്യം ലഭിക്കുക. എന്നാൽ ഇത്തവണ UDFന്റെ അവിടെ സംഘടനാപരമായ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും മറ്റുള്ള ആളുകളുമായി ഉള്ള പ്രശ്നങ്ങൾ, അവിടെ ഉണ്ണിത്താൻ ഏറ്റവും വലിയ പിന്തുണ ലീഗിൽ നിന്നാണ്. ലീഗ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ഒപ്പം തന്നെ മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനം അവിടെയുണ്ട്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട് മണ്ഡലത്തിലേക്കാണ്. ഇത്തവണ കോഴിക്കോട് മണ്ഡലത്തിൽ ആർക്കായിരിക്കും സാധ്യതാ പട്ടികയിലേക്ക് നമ്മൾ ആദ്യം പോകുന്നതിന് മുമ്പ് 2019 തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചന പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം. അവിടെ MK രാഘവൻ CPMന്റെ കരുത്തരായ A പ്രദീപ് കുമാറിനെ പരാജയപ്പെടുത്തിയത് 85,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. 2019 LDFും UDFും NDയും നേടിയ വോട്ട് വിഹിതം UDF 45.85% നേടുന്നതെങ്കിൽ LDF നേടിയത് 37.93%. ഏകദേശം 8% വ്യത്യാസം UDFും LDFും തമ്മിലുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ NDAക്ക് ലഭിച്ചതാവട്ടെ 14.98% എന്ന കണക്കാണ്. ഇവിടെയും 2 മണ്ഡലങ്ങൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിനോടൊപ്പം നിന്ന മണ്ഡലങ്ങളാണ്. ഒന്ന് കോഴിക്കോട് സൗത്തും മറ്റൊന്ന് മുനീർ പ്രതിനിധാനം ചെയ്യുന്ന കൊടുവള്ളിയും. ഈ 2 മണ്ഡലങ്ങൾ മാത്രമാണ് UDFിനോടൊപ്പമുള്ളത്. ബാക്കിയുള്ള മണ്ഡലങ്ങൾ LDFിനോടൊപ്പമാണ്. അതിലൊന്ന് AK ശശീന്ദ്രന്റെ മണ്ഡലം, മറ്റൊന്ന് റിയാസിന്റെ മണ്ഡലം, അഹമ്മദ് ദേവർകോവിലിന്റെ മണ്ഡലം, അതെ, PD റഹീമിന്റെ മണ്ഡലം. 4 മണ്ഡലങ്ങൾ എങ്ങനെയായിരിക്കും? തോട്ടത്തിൽ രാധാകൃഷ്ണൻ. അപ്പോൾ നമുക്ക് കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി സാധ്യതകളിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത്.
UDFന്റെ സ്ഥാനാർത്ഥി സാധ്യതകളിലേക്ക്. കോഴിക്കോട് ഒറ്റപ്പേര് ഒറ്റപ്പേര് MK രാഘവൻ, ശശി തരൂരിന്റെ സ്വന്തം. കോഴിക്കോടിന്റെ രാഘവേട്ടൻ. അതെ, കോഴിക്കോടിന്റെ സ്വന്തം രാഘവേട്ടൻ MK രാഘവനാണ് UDFന്റെ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നത്. മറ്റാരുടെയും പേര് ആദ്യഘട്ടത്തിൽ മറ്റു ചില പേരുകളൊക്കെ ഉണ്ടായിരുന്നു. വിഭാഗീയ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അതെ, ഒരു വിമത ശബ്ദമായിരുന്നു എപ്പോഴും. പക്ഷേ 1 ലക്ഷമാണ് ഇത്തവണത്തെ ഭൂരിപക്ഷ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. 1 lakh. എന്ന് മാത്രമല്ല, MK രാഘവന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കൂ. ഇപ്പൊ 2009 MK രാഘവൻ ലഭിച്ച വോട്ടെന്ന് പറയുന്നത് 3,42,309. 3,42,309. അത് 2014 വരുമ്പോൾ 50,000 കൂടി വർദ്ധിച്ച് 3,97,615. അതായത് 50,000 വോട്ട് വർദ്ധിപ്പിക്കുകയാണ് 2014 എന്നാൽ 2019 വരുമ്പോഴോ 1,00,000 വോട്ടിന്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് വലിയ ഗ്രോത്ത് ആണ് അദ്ദേഹത്തിന്റെ ജനപിന്തുണയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. 2009, 2014, 2019 വരുമ്പോൾ വലിയ ജനപിന്തുണയുള്ള MP ആയി, നേതാവായി കോഴിക്കോട് ജില്ലയിൽ MK രാഘവൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് UDFന് മറ്റൊരു പേര് നിർദ്ദേശിക്കുക അസാധ്യമാണ്. MK രാഘവൻ എന്ന കാര്യത്തിൽ സംശയമില്ല. കരുത്തനാണെങ്കിൽ മറുഭാഗത്തും കരുത്തരെ ഇറക്കും LDF. കളം പിടിക്കാൻ 3 കരുത്തരുടെ പേരുകളാണ്. അതിലൊന്ന് ഇളമരം കരീം, നിലവിൽ രാജ്യസഭാ MPയും ഒപ്പം തന്നെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിൽ അമരക്കാരനും CPMന്റെ അത്യുന്നത പദവിയിലിരിക്കുന്ന നേതാവുമായ ഇളമരം കരീം. മറ്റൊന്ന് പ്രദീപ് കുമാർ കോഴിക്കോടിന്റെ ജനകീയനായ MLA ആയിരുന്നു, ജനകീയനായ നേതാവാണ്. മറ്റൊന്ന് V വസീഫ്, DYFIയിലൂടെ വന്ന് ഇപ്പോൾ യുവ മനസ്സുകളുടെയൊക്കെ ഹരമായി തീർന്നിരിക്കുന്ന V വസീഫ് എന്ന് പറയുന്ന യുവതാരത്തെയാണ് CPM ഇപ്പോൾ പരിഗണിക്കുന്നത്. NDA സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വന്നാൽ മുതിർന്ന നേതാവായ MT രമേശിന്റെ പേരുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ നവ്യ ഹരിദാസിന്റെ നവ്യ ഹരിദാസ് 2 മണ്ഡലങ്ങളിൽ, കോഴിക്കോട് അല്ലെങ്കിൽ വടകര. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരായിരിക്കും LDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയാണ് കോഴിക്കോടിനെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ 2 പേരുകൾ ഞാൻ വെട്ടിക്കളയുകയാണ്. ഇളമരം കരീം ഇപ്പോൾ തന്നെ രാജ്യസഭാംഗമാണ്, അദ്ദേഹത്തെ മത്സരിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രണ്ടാമത്തത് പ്രദീപ് കുമാറാണ്. പ്രദീപ് കുമാർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സമയത്താണ് ഏറ്റവും വലിയ വോട്ട് നിലയിലേക്ക് UDF എത്തിയത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ജനകീയതയെ അംഗീകരിക്കുമ്പോൾ പോലും MK രാഘവൻ വലിയ വോട്ട് നേട്ടമുണ്ടാക്കിയത് പ്രദീപ് കുമാർ മത്സരിച്ച 2019 തെരഞ്ഞെടുപ്പിലാണ്. എന്നാൽ വസീഫിന്റെ കാര്യത്തിൽ വസീഫ് മുഹമ്മദ് റിയാസിന്റെ റൈറ്റ് ഹാൻഡ് ആണ്. മുഹമ്മദ് റിയാസിന്റെ റൈറ്റ് ഹാൻഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ DYFIക്ക് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നൽകേണ്ടതുണ്ട് എന്ന സാഹചര്യവും നൽകുമോ വസീഫിന് നൽകുമോ എന്നതാണ് പ്രധാനപ്പെട്ട. വസീഫിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയായി കാണുന്നത്. ഒരു DYFI നേതാവ് കൂടി വരുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ എന്തായാലും വസീഫ് എന്ന് പറയുന്നത് നിശ്ചയമായും മുഹമ്മദ് റിയാസുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. റിയാസിന്റെ പാർട്ടിയിൽ ഒരു ക്ലൗട്ട് ഇപ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് വസീഫ് കോഴിക്കോട് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്നാണ്. ശരി, നമുക്കൊപ്പം VS രഞ്ജിത്തുണ്ട്. VS രഞ്ജിത്ത്, എല്ലാ സാധ്യതകളും ഒടുവിൽ വന്നു നിൽക്കുന്നത് വസീഫിലേക്കും പ്രദീപ് കുമാറിലേക്കുമാണോ? നമ്മൾ ഇളമരം കരീമിനെ മാറ്റി നിർത്തിയാൽ അപ്പോൾ രാഘവൻ വേഴ്സസ് വസീഫ് എന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത്? തീർച്ചയായിട്ടും ഈ വയലാറിന്റെ വരികൾ പോലെ ആരൊരാളന്റെ കുതിരയെ കെട്ടുക എന്ന് ചോദിച്ച പോലെ ഈ MK രാഘവന്റെ പ്രതിച്ഛായയെ പിടിച്ചു കെട്ടാൻ ആര് എന്നുള്ളതാണ് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യമായി ഇവിടെ നിലനിൽക്കുന്നത്. കാരണം 838 വോട്ട് മാത്രം ഭൂരിപക്ഷത്തിലാണ് 2009 MK രാഘവൻ കോഴിക്കോട് നിന്ന് ജയിച്ചു കയറുന്നത്. അന്ന് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിനോ കോൺഗ്രസിനോ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ഈ പറയുന്ന PA മുഹമ്മദ് റിയാസിനോട് അദ്ദേഹം ജയിച്ചത് 838 വോട്ടിനാണ്. അതിനുശേഷം 2014 വന്നപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 16,000 വോട്ടിലേക്ക് ഉയർത്തി. പിന്നീട് ഈ കഴിഞ്ഞ തവണ ആയപ്പോഴേക്കും അത് 85,000 മുകളിലേക്ക് എത്തി. ഇങ്ങനെ പ്രതിച്ഛായ ഉയർത്തുന്നു എന്ന് മാത്രമല്ല ഓരോ മണ്ഡലത്തിലും അദ്ദേഹത്തിന്റെ വോട്ട് വിഹിതവും ഭൂരിപക്ഷവും വർദ്ധിക്കുന്നുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമാണ് UDF സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത്. അത് കൊടുവള്ളിയിൽ MK മുനീറാണ്. ബാക്കി 6 അതെല്ലാം CPMന്റെ മണ്ഡലങ്ങളാണ്. CPI, CPM, IN ഈ 3 പാർട്ടികൾ LDFന്റെ പാർട്ടികൾ ഭരിക്കുന്ന 6 നിയോജക മണ്ഡലങ്ങളുണ്ട്. അങ്ങനെ നിയോജക മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ LDFന് ഇത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും MK രാഘവനെ പിടിച്ചുകെട്ടാൻ പറ്റിയിട്ടില്ല. KM സച്ചിൻ ദേവ് ജയിച്ചു കയറിയ ബാലുശ്ശേരിയിൽ പോലും എല്ലാ കാലത്തും CPMന് ഒപ്പം നിൽക്കുന്ന ബാലുശ്ശേരി മണ്ഡലം പോലും MK രാഘവനെ പിന്തുണയ്ക്കുന്ന ഒരു സ്ഥിതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് CPM നേരിടുന്ന വെല്ലുവിളി. അങ്ങനെ MK രാഘവനെ പിടിച്ചുകെട്ടാൻ കോഴിക്കോട്ട് ആര് എന്ന ചോദ്യമുണ്ട്. വിജയരാഘവനെ ഇറക്കി, അത് പരാജയപ്പെട്ടു. അതിനുശേഷം
കഴിഞ്ഞ തവണ പ്രദീപ് കുമാറിനെ പോലെ ജനപ്രിയനായ നേതാവിനെ ഇറക്കി, അതും പരാജയപ്പെട്ടു. ഇനിയുള്ളത് വി വസീഫ് എന്ന് പറയുന്ന ഒരു യുവ തുർക്കി ഇറക്കുന്നു, ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഇറക്കുന്നു. അങ്ങനെ കോഴിക്കോടിന്റെ ന്യൂനപക്ഷ സ്വഭാവത്തെയും കോഴിക്കോടിന്റെ ഈ യുവ പ്രതിഭകളോടുള്ള താല്പര്യത്തെയും ഒക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും? സിപിഎമ്മിനോടൊപ്പം LDF-നോടൊപ്പം നിൽക്കുന്ന കോഴിക്കോട് മണ്ഡലത്തിൽ കൊടുവള്ളി മാത്രമാണ് UDF-നോടൊപ്പം നിൽക്കുന്നത്. അതിലേറെ ശ്രദ്ധേയമായ കാര്യം കോഴിക്കോട് സൗത്തിലടക്കം ലീഗിന് നിർണായകമായ സ്വാധീനമുണ്ട്. നിശ്ചയമായും ലീഗിന്റെ സ്വാധീനം കോഴിക്കോട് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് മാത്രവുമല്ല, ഇപ്പൊ നമ്മൾ ശ്രീജിത്തിലേക്ക് പോവുകയാണെങ്കിൽ ശ്രീജിത്ത്, ഇപ്പോൾ നമുക്ക് കേരളത്തിൽ മറ്റ് 2 ഉദാഹരണങ്ങൾ കൂടിയുണ്ട്. അതായത് തൃശ്ശൂര് പൂർണ്ണമായും LDF-ന്റെ കയ്യിലാണ്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഏതാണ്ട് 80% തദ്ദേശ സ്ഥാപനങ്ങളും തൃശ്ശൂരിൽ LDF-നോടൊപ്പമാണ്. പക്ഷേ ജയിക്കുന്നത് TN പ്രതാപനാണ്. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, തെക്കോട്ട് വന്നാൽ കൊല്ലത്ത് വലിയ എല്ലാ മണ്ഡലങ്ങളും ജയിക്കുന്നത് LDF-ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് പ്രേമേന്ദ്രനാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണോ കോഴിക്കോടും ഉള്ളത്? ലോക്സഭയിൽ എപ്പോഴും MK രാഘവൻ ഒരു സ്വാധീനം. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ കണ്ണൂർ എന്ന് പറയുമ്പോൾ ശ്രീധർ അറിയാമല്ലോ, EP ജയരാജൻ LDF കൺവീനർ വരുന്നത് കണ്ണൂരെന്നാണ്. സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ വരുന്നത് കണ്ണൂരെന്നാണ്. മുഖ്യമന്ത്രി വരുന്നത് കണ്ണൂരെന്നാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 നേതാക്കൾ വരുന്ന സ്ഥലം എന്നുള്ള നിലയ്ക്ക് കണ്ണൂരും ഇപ്രാവശ്യം ഒരു ശ്രദ്ധാകേന്ദ്രമായിരിക്കുമല്ലോ. തീർച്ചയായും കോഴിക്കോട്ടേക്ക് വന്നാൽ 2009 മുഹമ്മദ് റിയാസും MK രാഘവനും തമ്മിൽ മത്സരിക്കുമ്പോൾ അവിടുത്തെ ഈ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 44 ഗ്രാമപഞ്ചായത്തുകളിൽ 43ലും LDF-ന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളായിരുന്നു, LDF ഭരിക്കുന്ന പഞ്ചായത്തുകളായിരുന്നു. അവിടെയാണ് അവിശ്വസനീയമായ വിധം മുഹമ്മദ് റിയാസ് 838 വോട്ടുകൾക്ക് MK രാഘവനോട് പരാജയപ്പെട്ടത്. അപ്പോൾ അവിടെ പാർട്ടിയുടെ ശക്തി കുറവ് കൊണ്ടല്ല, സംഘടനാശേഷിയുടെ കുറവ് കൊണ്ടല്ല, അവിടെ ഒരു അട്ടിമറി നടന്നു എന്നായിരുന്നു അന്ന് CPM നേതൃത്വം വിലയിരുത്തിയത്. എന്നാൽ പിന്നീട് 2014 വിജയരാഘവനെ മത്സരിക്കാനിറക്കിയപ്പോൾ അപ്പോഴും രാഘവൻ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ മുതലാണ് രാഘവന്റെ പ്രതിച്ഛായ ഒരു പ്രധാന ഘടകമായി CPM വിലയിരുത്തി പോയിട്ടുള്ളത്. 2019 എന്നാൽ പ്രദീപ് കുമാർ തോറ്റുപോയ ഒരു സാഹചര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ കൂടി അവിടെ ഉണ്ട് എന്നതാണ്. എന്നാൽ ഇത്തവണ ഏറ്റവും പ്രാധാന്യത്തോടെ പരിഗണിക്കാൻ സാധ്യതയുള്ളത് 2 പേരുകളാണ്. അതിൽ ഒന്ന് ഞാൻ ഈ എളമനം കരീമിന്റെ പേര് കൂടി ഞാൻ കരുതുന്നു, ഒപ്പം വസീഫിന്റെ പേരും. എളമനം കരീമിന്റെ രാജ്യസഭാംഗമാണെങ്കിലും അദ്ദേഹത്തിന്റെ കാലാവധി ഈ ജൂണിൽ അവസാനിക്കുകയാണ്. അതുകൊണ്ട് 1-2 മാസത്തെ പ്രശ്നമേ ഉള്ളൂ. അദ്ദേഹം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. വസീഫ് ആണെങ്കിൽ അദ്ദേഹം സ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹത്തിന് ഈ നാട്ടിൽ അധ്യാപനത്തിലേക്ക് തിരിച്ചു പോകണം, ഡിവൈഎഫ്ഐയുടെ ചുമതല ഒഴിഞ്ഞാൽ എന്നാണ്. അദ്ദേഹത്തോട് മത്സരിക്കുമോ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞത് 3 പെൺകുട്ടികളാണ് എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു പോകണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇവർ 2 പേരിൽ ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയാകും. നേരത്തെ ഉണ്ണിസാർ പറഞ്ഞ ഒരു കാര്യത്തോടെ ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. മുഹമ്മദ് റിയാസിന്റെ ഒരു ചോയ്സ് ഡിവൈഎഫ്ഐയുടെ പ്രാതിനിധ്യം എന്ന നിലയിൽ വസീഫിന് ഏറ്റവും അനുകൂലമായി വരും. അതുകൊണ്ട് തന്നെ അവിടെ വസീഫിന്റെ പേരിന് ഏറ്റവും മുന്തിയ പരിഗണന എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന കാര്യം കോഴിക്കോട് മാറുമോ എന്നതായിരുന്നു ചോദ്യം. ഇനി വരുന്നത് മലപ്പുറം മണ്ഡലമാണ്. മലപ്പുറം മണ്ഡലത്തിലെ സാധ്യത കഴിഞ്ഞ തവണ 2019 തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇങ്ങനെയായിരുന്നു. UDF 57% വോട്ട് സ്വന്തമാക്കിയാണ് അബ്ദുസമദ് സമദാനി എന്ന നേതാവിനെ പാർലമെന്റിലേക്ക് അയക്കുന്നത്. അന്ന് LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് VP സാനുവാണ്. 31.87% ഏകദേശം 1,15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അബ്ദുസമദ് സമദാനി പാർലമെന്റിലേക്ക് എത്തിയത്. NDAക്ക് ലഭിച്ചതാവട്ടെ 7.96%. UDF-ന് 57%, അതായത് 26% വ്യത്യാസമുണ്ടായിരുന്നു. അത് വോട്ടായി പരിണമിക്കുമ്പോൾ ഏകദേശം 1,15,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അബ്ദുസമദ് സമദാനിക്ക് ലഭിക്കുന്നത്. മലപ്പുറം മണ്ഡലത്തിലെ ഇത്തവണ ഒരേ ഒരു സ്ഥാനാർത്ഥി സാധ്യത മാത്രമേ ആ ഘട്ടത്തിലുള്ളൂ. പക്ഷേ അപ്പോഴും ഒരു സ്ഥാനാർത്ഥി മാറ്റത്തിനുള്ള സാധ്യത, മണ്ഡല മാറ്റത്തിനുള്ള സാധ്യത മലപ്പുറത്ത് തള്ളിക്കളയാൻ കഴിയും. ഇവർ തന്നെ ഉറപ്പിക്കുന്നു. അതായത് ലീഗിനുള്ളിൽ തീരുമാനമായിരിക്കുന്നു, ഈ ടീം അബ്ദുസമദ് സമദാനിയും മത്സരിക്കുന്നു, മണ്ഡലം ഒരു പക്ഷേ വെച്ചു മാറിയേക്കാം. മലപ്പുറം മണ്ഡലത്തിലുള്ള സാധ്യത, UDF പട്ടികയിലെ സാധ്യതയാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. തീർച്ചയായും ഇവർ 2 പേരിൽ ഒരാൾ മാത്രമായിരിക്കും. അതിൽ ഏറ്റവും ഒടുവിലത്തെ സാധ്യത ഇപ്പോൾ എത്തി നിൽക്കുന്നത് അബ്ദുസമദ് സമദാനി മലപ്പുറത്ത് മത്സരിക്കട്ടെ, ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ മത്സരിക്കട്ടെ എന്നാണ്. എങ്കിൽ ചോദ്യം ഇതാണ്, LDF-ന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും സർ? LDF-ന്റെ സ്ഥാനാർത്ഥി അതാരായിരിക്കും എന്നതിനെ കുറിച്ച് അതെ, സൂചന പോലുമില്ല. ഞാനൊരു ക്ലൂ നൽകാം സർ. സമസ്തയ്ക്ക് പ്രിയപ്പെട്ടവനായിരിക്കും. അതെ, ഒരു സംശയമില്ല, സ്വതന്ത്രനായിരിക്കും. അതെ, ഇടത് സ്വതന്ത്രൻ. അതെ,
ഇടത് സ്വതന്ത്രനായ പേരുകൂടി പറയട്ടെ. സമസ്തയ്ക്ക് പ്രിയപ്പെട്ട മൂന്നാമത്തെ പേര് പറയും. പേര് കൂടി പറയും. പേര് കൂടിയൊക്കെ പറഞ്ഞാൽ മതി. ഈ രണ്ട് വിശേഷങ്ങളും ചേരുന്ന ഒരേ ഒരാളെ അവിടെ കാണാൻ KT ജലീൽ. പക്ഷേ KT ജലീൽ സമ്മതം അറിയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KT ജലീൽ ഇപ്പോൾ സേഫാണ്. ഇനിയും ഒരു തെരഞ്ഞെടുപ്പിന് അബ്ദുൾ സമദ് സമദാനിയോട് മത്സരിച്ച് വിജയിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യം. അതെന്താ അറിയോ, അത് മലപ്പുറം മണ്ഡലമാണ്. മലപ്പുറം മണ്ഡലത്തിൽ ആര് നിന്നാലും അവിടെ ചിഹ്നമാണ് പ്രധാനം, ഏണിയാണ് പ്രധാനം. ഏണി നോക്കിയാണ് അവിടെ ആളുകൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ അസാധ്യമാണ്, ഒരു അട്ടിമറിക്കും സാധ്യതയില്ലാത്ത കേരളത്തിലെ ഒരു മണ്ഡലമാണ് മലപ്പുറം. ഒരു പക്ഷേ വളരെ അപൂർവമായ ഒരു മണ്ഡലമാണ് മലപ്പുറം. 7% താഴെ മാത്രമേ വോട്ട് സാന്നിധ്യമുള്ളൂ NDAക്ക്. അവിടെ AP അബ്ദുള്ളക്കുട്ടിയോ രവി തേലത്തിനെയോ പരിഗണിച്ചേക്കാനുള്ള സാധ്യത. അബ്ദുള്ളക്കുട്ടി വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ രവി തേലത്തായിരിക്കും. അവിടെ വലിയ രീതിയിലുള്ള പെർഫോമൻസിന് NDAക്ക് സാധ്യതയില്ല എന്ന് NDSനും തിരിച്ചറിയുന്നതാണ്. മറ്റൊരു മണ്ഡലമായ പൊന്നാനിയുടെ കണക്ക് കൂടി നമുക്കൊന്ന് വേഗം പറഞ്ഞു വരാം. പൊന്നാനി മണ്ഡലത്തിൽ UDF 53.3% വോട്ടാണ് കഴിഞ്ഞ തവണ നേടിയത്. അങ്ങനെ ET മുഹമ്മദ് ബഷീർ പാർലമെന്റിലേക്ക് എത്തുന്നു. LDFന് ലഭിച്ചതാവട്ടെ 32.3% വോട്ടാണ്. ET മുഹമ്മദ് ബഷീർ 53% വോട്ടോടുകൂടി വിജയിച്ചു കയറിയപ്പോൾ NDA താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. പൊന്നാനിയിൽ 10.87% NDAക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട് വിഹിതം. പൊന്നാനി മണ്ഡലത്തിലേക്ക് എത്തിയാൽ പൊന്നാനി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സാധ്യതകൾ ആദ്യം ET മുഹമ്മദ് ബഷീർ, അബ്ദുൾ സമദ് സമദാനി തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥി സാധ്യത. 3 തവണ ആയതുകൊണ്ട് ഒരു ചേഞ്ചിന് മലപ്പുറത്തേക്ക് പോയേക്കും. അതെ. ഇനി LDFന്റെ സാധ്യതകളിലേക്ക് വന്നാൽ വി അബ്ദുറഹ്മാനെയും M സ്വരാജിനെയും പരിഗണിക്കുന്നുണ്ട് പൊന്നാനിയിൽ എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. അതിൽ M സ്വരാജിന് യാതൊരു സാധ്യതയുമില്ല എന്ന് ഞാൻ പറയുന്നു. കാരണം M സ്വരാജിനെ പോലൊരു നേതാവിനെ എന്തായാലും മത്സരിക്കാനിറക്കി പൊന്നാനിയിൽ ഒരു പരീക്ഷണത്തിന് തയ്യാറാവുകയില്ല. എന്നാൽ വി അബ്ദുറഹ്മാന് സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത് അദ്ദേഹത്തിന്റെ മണ്ഡലം നിയമസഭാ മണ്ഡലം ആ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയാണ്. മാത്രവുമല്ല തൃത്താല പാലക്കാട് ജില്ലയുടെ ഭാഗമാണെങ്കിൽ പോലും തൃത്താല വരുന്നത് പൊന്നാനി മണ്ഡലത്തിലാണ്. അവിടെ MP രാജേഷാണ് ജയിച്ചിട്ടുള്ളത്. അതുപോലെ പൊന്നാനി മണ്ഡലവും CPMനാണ്. ആ അർത്ഥത്തിൽ ആകെയുള്ള 7 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങളിൽ CPMന് മുൻകൈയുണ്ട്. CPMന്റെ MLAമാരാണ്. ആ അർത്ഥത്തിൽ വലിയൊരു സാധ്യത അവിടെ പൊന്നാനിയിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സമസ്തയിലുള്ള പിണക്കങ്ങളും ഒരു പ്രധാനപ്പെട്ട അനുകൂല ഘടകമായി വരും. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം അരുൺ, സുജയ, അവിടെ കോൺഗ്രസിൽ ഇളകി നിൽക്കുന്ന ഒരാളുണ്ട്. പൊന്നാനിയിൽ ഒരു സാധ്യതയായി മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനോടൊപ്പമാണ് ഞാനെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒരു സാധ്യതയായി ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹവും ഈ പറയുന്ന വരും ദിവസങ്ങളിൽ എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നറിയില്ല. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് മലപ്പുറത്ത് അബ്ദുൾ സമദ് സമദാനിയും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറും തന്നെയായിരിക്കും മത്സരിക്കുക. മണ്ഡല മാറ്റങ്ങൾക്കുള്ള സാധ്യത വളരെ. 1,93,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ET മുഹമ്മദ് ബഷീർ PV അൻവറിനെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് പാർലമെന്റിലേക്ക് പോകുന്നത്. NDAയുടെ സ്ഥാനാർത്ഥി സാധ്യത കൂടി നമുക്കൊന്ന് നോക്കാം. അവിടെ NDAക്ക് സ്ഥാനാർത്ഥി സാധ്യതയുണ്ടെങ്കിലും വോട്ട് പെർസെന്റേജ് 11% ഉണ്ട്. കഴിഞ്ഞ തവണ VT രമയായിരുന്നു മത്സരിച്ചതെന്ന് തോന്നുന്നു. പൊന്നാനിയിൽ രണ്ടുപേരുടെ പേര് വി ഉണ്ണികൃഷ്ണന്റെയും മറ്റൊന്ന് ശങ്കുട്ടി ദാസിന്റെയും പേരുകളാണ് പൊന്നാനിയിൽ പറഞ്ഞു കേൾക്കുന്നത്. NDA സ്ഥാനാർത്ഥികളായി വരാൻ സാധ്യതയുള്ള 10 മുതൽ 12% വരെ വോട്ടിന് സാധ്യത എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. മലപ്പുറത്തും പൊന്നാനിയിലും സിറ്റിംഗ് MPമാർ തന്നെ മത്സരിക്കുമെന്ന ബ്രേക്കിംഗ് കൂടി ഈ നിമിഷം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ET മുഹമ്മദ് ബഷീറും അബ്ദുൾ സമദ് സമദാനിയും പരസ്പരം മണ്ഡലം മാറുന്നതും പരിഗണനയിലുണ്ട്. മണ്ഡലം മാറുമ്പോൾ അതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കാറുണ്ട്. അതായത് മണ്ഡലം മാറുമ്പോൾ മലപ്പുറം MP അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദേശം എന്ന് പറയുന്നത് കോട്ടക്കലാണ്. അതായത് കോട്ടക്കൽ നിയമസഭാ മണ്ഡലം വരുന്നത് പൊന്നാനിയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ജന്മദേശത്തേക്ക് വരുന്നു. മറുഭാഗത്തും അങ്ങനെ തന്നെയാണ്. ETയുടെ വരുന്നത് അദ്ദേഹത്തിന്റെ ജന്മനാട് ഉൾപ്പെടുന്ന മണ്ഡലത്തെ ഇതുവരെ വാഴക്കാട് മപ്പുറമാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. അദ്ദേഹം മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിനും ജന്മനാട്ടിൽ മത്സരിക്കാം. അല്ല, അത് ഉൾപ്പെടുന്ന മണ്ഡലത്തിലേക്ക് വരാം. അപ്പോൾ നമുക്കിപ്പം അഷ്കർ അലി ചേരുന്നുണ്ട് പൊന്നാനിയിൽ നിന്നും. അഷ്കർ അലി, പൊന്നാനിയിലും മലപ്പുറത്തും ഇവർ രണ്ടുപേരും തന്നെയാണ് UDFന് സ്ഥാനാർത്ഥി സാധ്യതകളായിട്ടുള്ളത്. സമസ്തയ്ക്ക് താല്പര്യമുള്ള ഒരു സ്വതന്ത്രൻ മലപ്പുറത്ത് മത്സരിക്കാൻ വന്നാൽ മലപ്പുറത്ത് അബ്ദുൾ സമദ് സമദാനിക്കും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറിനും വലിയ ഭീഷണിയാകുമെന്ന് കരുതാനാകുമോ ഈ ഘട്ടത്തിൽ? അരുൺ, മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും നേരത്തെ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗിന്റെ ഉറച്ച കോട്ടയാണ്. കോണിക്ക് മാറ്റി കുത്താത്ത ഒരു നാട് തന്നെയാണ് മലപ്പുറം. പക്ഷെ അങ്ങനെ മാറ്റിക്കുത്തിയ ഒരു ചരിത്രമുണ്ട് എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. TK ഹംസയാണ് മലപ്പുറം മണ്ഡലം രൂപീകരിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് മഞ്ചേരി മണ്ഡലമായിരിക്കുന്ന സമയത്ത് അതിന്റെ അവസാന തെരഞ്ഞെടുപ്പിൽ TK ഹംസ ഒരു അട്ടിമറി നടത്തിയ ഒരു ചരിത്രമുണ്ട്. ഇപ്പോഴും ഇടതുപക്ഷം ആവേശത്തോടെ പറയുന്നത് ആ ഒരു ചരിത്രം തന്നെയാണ്. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിന് ഇല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും
സേഫ് സീറ്റ് എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് മലപ്പുറം മണ്ഡലത്തെ തന്നെയാണ്. വീണ്ടും സമദാനി തന്നെ ഒരു തവണ കൂടി മലപ്പുറത്ത് മത്സരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷമാണ് ലീഗിന് എല്ലാ കാലത്തും മലപ്പുറത്ത് പറയാനുണ്ടായിരുന്നതും. ഇ അഹമ്മദിന്റെ വിയോഗത്തെ തുടർന്ന് കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചപ്പോൾ 1,70,000 വോട്ടുകൾ നേടി. വീണ്ടും അടുത്ത 2019 തെരഞ്ഞെടുപ്പിൽ 2,60,000 ആ ഭൂരിപക്ഷം പി കെ കുഞ്ഞാലിക്കുട്ടി ഉയർത്തുകയും ചെയ്തു. പക്ഷേ തൊട്ട് പിന്നാലെ വീണ്ടും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ അത് 2 ലക്ഷത്തിന് താഴെയായി ചുരുങ്ങുകയും ചെയ്തു. സ്വാഭാവികമായും ഇത്തവണ വീണ്ടും മത്സരിക്കുമ്പോൾ 1 ലക്ഷത്തിൽ കുറയാത്ത ഭൂരിപക്ഷം അത് മുസ്ലിം ലീഗിന്റെ സീറ്റിൽ ഉറപ്പാണ് എന്നുള്ളത് മാത്രമല്ല 7 മണ്ഡലങ്ങളും പെണ്ണുമണ്ണയും മങ്കടയും മഞ്ചേരിയും മലപ്പുറം കൊണ്ടോട്ടിയും വള്ളിക്കുന്നും ഉൾപ്പെടെയുള്ള 7 മണ്ഡലങ്ങളും അത് ലീഗിന്റെ കയ്യിൽ സുരക്ഷിതമാണ്, ലീഗിന്റെ മണ്ഡലങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു അട്ടിമറി ലീഗ് സംശയിക്കുന്ന പോലുമില്ല. ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് മാത്രമാണ്. ശരി, ആർ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ആർ ശ്രീജിത്ത്, പൊന്നാനിയിലും മലപ്പുറത്തും അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ലെങ്കിൽ സമസ്തയ്ക്ക് പ്രിയപ്പെട്ട ഇടത് സ്ഥാനാർത്ഥിയെ നിർത്തി CPM കളം പിടിച്ചാലും ഫലസൂചനകൾ മാറാൻ സാധ്യതയില്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികൾ ഇവർ തന്നെയായിരിക്കുമെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം, അല്ലേ? UDFന്റെ സ്ഥാനത്ത് നിന്നും തീർച്ചയായും മലപ്പുറത്തും പൊന്നാനിയിലും ഫലസൂചനകൾ വലിയ മാറ്റം വരാനിടയില്ലെങ്കിലും ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കണമെന്ന അഭിപ്രായം പാർട്ടി CPM നേതൃത്വത്തിന് LDF നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് മലപ്പുറത്തിന്റെ സാധ്യതകൾ പ്രത്യേകിച്ചും സമസ്ത ലീഗ് ഭിന്നതയുടെ പശ്ചാത്തലത്തിൽ അത് ഫലപ്രദമായി ഉപയോഗിക്കണം എന്നൊരു ആലോചന വളരെ ശക്തമായി വരുന്നത്. നേരത്തെ അഷ്കർ അലി സൂചിപ്പിച്ച പോലെ 2004 മഞ്ചേരിയിൽ TK ഹംസ വിജയിച്ചത് മുതൽ ഇങ്ങോട്ട് CPMന്റെ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ഒരു വേദിയായി മലപ്പുറം മാറിയിട്ടുണ്ട്. അത് 2006 മങ്കടയിലും പെരിന്തൽമണ്ണയിലും വിജയിച്ച VS തരംഗത്തിൽ അവിടെ നിയമസഭാ സീറ്റുകൾ വിജയിച്ചു വന്നു. പിന്നീട് ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അത്തരത്തിൽ ഒരു മികവിന്റെ കുറ്റിപ്പുറത്ത് 2006 കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിച്ച് KT ജലീൽ വിജയിച്ചു. അപ്പോൾ മലപ്പുറം ജില്ല ആകെ എടുക്കുമ്പോൾ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ചിലത് വിജയിച്ചിട്ടുണ്ട്. അത്തരം വിജയസാധ്യതകൾ എല്ലാ കാലത്തും ആരാഞ്ഞിട്ടുണ്ട്. 2009 പൊതുസമ്മതന നിലയ്ക്കാണ് ഹുസൈൻ രണ്ടത്താണി, അന്ന് PDP ഈ നേതാവായ അബ്ദുൽ നാസർ മദനി ജയിൽ മോചിതനായ കാലമായിരുന്നു. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിൽ അവർക്ക് കൂടി സ്വീകാരനായ ഒരു പൊതുസമ്മതനെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് MES കോളേജിലെ ചരിത്രാധ്യാപകനായ ഹുസൈൻ രണ്ടത്താണി അന്ന് സ്ഥാനാർത്ഥിയാക്കിയത്. അത് LDFിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അത്തരം പരീക്ഷണങ്ങളെ എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ KPCC എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന V അബ്ദുറഹ്മാനെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചുകൊണ്ട് പൊന്നാനിയിൽ ഒരു പരീക്ഷണവും CPM നടത്തിയിട്ടുണ്ട്. അത് പിന്നീട് നിയമസഭയിൽ വിജയം കണ്ട് തിരൂരിൽ അദ്ദേഹം അബ്ദുറഹ്മാൻ ജയിച്ചപ്പോൾ മന്ത്രിയുമായിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്താൻ ഉതകുന്ന ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് CPM കരുതുന്നുണ്ട്. സമസ്ത ഭിന്നത ലീഗ് ഭിന്നത ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. ഒപ്പം തന്നെ പൊന്നാനി മണ്ഡലത്തിലെ 3 മണ്ഡലങ്ങളിലെങ്കിലും വ്യക്തമായ മേൽക്കൈ LDFിനുള്ളത് കൊണ്ട് തന്നെ ശക്തമായ മത്സരം അവിടെയും കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. താങ്ക് യു റിപ്പോർട്ടേഴ്സ്. 7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി സാധ്യതകളാണ് ഇന്ന് റിപ്പോർട്ടർ കേരളത്തിൽ ആരൊക്കെ എന്ന ഈ പ്രത്യേക തിരഞ്ഞെടുപ്പിന്റെ ഈ പരിപാടിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ അടുത്ത 2 ദിവസങ്ങളിലായി ബാക്കി നിൽക്കുന്ന മണ്ഡലങ്ങളിലെ 13 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി സാധ്യതകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും, അല്ലേ? ചിലയിടങ്ങളിൽ ജംബോ പട്ടികയുണ്ടെന്നാണ് കേൾക്കുന്നത്. അതെ, ജംബോ പട്ടികയുണ്ട്. ഇപ്പൊ കണ്ണൂരിൽ കണ്ടതുപോലെ. അതെ, നിശ്ചയമായും ഈ വരുന്ന ദിവസങ്ങളെല്ലാം ആകാംക്ഷയുടെ ദിവസങ്ങളാണ്. ആരൊക്കെയായിരിക്കും മത്സര രംഗത്തേക്ക് ഇറങ്ങി വരിക എന്നുള്ളതിനെ ഓരോ മണിക്കൂറും വളരെ ആകാംക്ഷയുണ്ട്. കാരണം വെച്ചാൽ എല്ലാ പാർട്ടികളും പ്രത്യേകിച്ച് LDFില് CPMഉം CPIയും അതുപോലെ തന്നെ കോൺഗ്രസും ലീഗും ഒക്കെ തന്നെ വളരെ എല്ലാ സമയവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ആകാംക്ഷയുടെ മണിക്കൂറുകളാണ്. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലും നമ്മൾ ഈ ചർച്ച തുടരും. ആരൊക്കെയാണ് കേരളത്തിലെ മത്സര രംഗത്തേക്ക് വരാൻ സാധ്യതയുള്ളത് എന്നതാണ് റിപ്പോർട്ടർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 2 ദിവസവും അടുത്ത 13 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി സാധ്യതകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കേരളം ആരൊക്കെ നാളെ വൈകുന്നേരം 7 മണി.